കാതലിക്കയുടെ രക്തദീപം പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫെലിക്സിനോസ് മെത്രാപ്പൊലീത്തയുടെ 65-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന പുത്തൻകാവിൽ മാർ ഫെലിക്സിനോസ് അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് ആ പിതാവിനാൽ പവിത്രമായ ഈ പുണ്യഭൂമിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മലങ്കരയുടെ സാഹിത്യം, കാതോലിക്കയുടെ രക്തദീപം, കലാവല്ലഭനും കർമ്മയോഗിയുമായ പരമാചാര്യൻ. 1930 മുതൽ 1951 വരെ തുമ്പമൺ ഭദ്രാസനാധിപൻ. പ്രതിസന്ധികൾ തരണം ചെയ്ത് മലങ്കര സഭയ്ക്ക് പ്രചോദനമേകിയ പരിശുദ്ധൻ. മഹാനായ വാഗ്മിയും ആരാധനാഗീതങ്ങളുടെ മാധുര്യത്താൽ വിശുദ്ധ കുർബാനകളിലൂടെ സഭയെ ധന്യമാക്കിയ പിതാവ്. സഭാസേവനവും സാമൂഹ്യ പ്രവർത്തനവും ജീവിതചര്യയുടെ ഭാഗമാക്കിയ പുണ്യശ്ലോകനായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചു വന്നു. പ്രാർത്ഥനയ്ക്കായി എഴുതി. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയും മികച്ച സംഘാടകനും ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ അമരക്കാരനുമായ ബഹുമാന്യനായ രാജൻ വർഗീസ് അച്ഛനെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ടരായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത തീർത്ഥാടന കേന്ദ്രമാണ് പുത്തൻകാവിൽ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം. 3 പുണ്യപിതാക്കന്മാരുടെ അനുഗ്രഹീതമായ സാന്നിധ്യം അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എല്ലാവരും. 6-ാം മർത്തവുമായും 8-ാം മർത്തവുമായും പുത്തൻകാവിൽ കൊച്ചു തിരുമേനി കാതോലിക്കയുടെ രക്തദീപം. ഈ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ ഈ ഏപ്രിൽ 17, 18 തീയതികളിൽ പുത്തൻകാവിൽ പരിശുദ്ധ ബാബാതിരി മനസ്സിന്റെ മുഖ്യ കാർമ്മത്തിൽ നടത്തുവാൻ ക്രമീകരിച്ചിരിക്കുകയാണ്. 8-ാം മാർത്തോമായുടെ 200-ാം ചരമ വാർഷിക ദിനമാണ് ഈ പെരുന്നാളോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലയളവിലാണ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ അനുസ്മരണം നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും അതിന് പ്രകാരം ഇന്ന് കാതോലിക്ക കോളേജിൽ ഈ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി. പരിശുദ്ധ പിതാവ് മലങ്കര സഭയിൽ തെക്കും വടക്കും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സഭയുടെ സത്യവിശ്വാസം കാത്തു സൂക്ഷിപ്പാൻ യത്നിച്ച ഒരു വലിയ ദേഹമാണ് പരിശുദ്ധ അഭിനന്ദനായ ഫെലിക്സിനോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും നിരന്തരം അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് പുത്തൻകാവ് ദേശവാസികൾ. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം ആളുകൾ ആ പിതാവിൻ്റെ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കരസ്ഥമാകുന്നത് വലിയ സാക്ഷ്യത്തോടെ കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പുണ്യപിതാവിനെ സ്മരിക്കുക എന്നുള്ളത് മലങ്കര സഭാമക്കളുടെ ഒഴിച്ചുകൂടാത്ത ഒരനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ശുശ്രൂഷയായ വേദിയായിരുന്ന തുമ്പമൺ ഭദ്രാസനത്തിൽ തന്നെ ഈ അനുസ്മരണ യോഗം ആദ്യമേ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. തീർച്ചയായും ആ പിതാവിൻ്റെ സാന്നിധ്യം, ആ പിതാവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുക. ആമുഖ വാക്കുകൾ എത്തിക്കൊണ്ട് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ
65-ാം ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഈ വേളയിൽ ആ പിതാവിനെ ഓർക്കുവാനും സ്മരിക്കുവാനും വരും തലമുറയ്ക്ക് അദ്ദേഹത്തെ പങ്കുവെക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹീതമായ ഒരു സന്ദർഭം ഇന്നിവിടെ സംജാതമായിരിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ ഇന്നത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠരായ ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിനയ റിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി കൊണ്ടാണ്. പുത്തങ്കാവിൽ തിരുമേനിയുടെ കർമ്മപദമാണ് ഈ തുമ്പമൺ ഭദ്രാസനവും അദ്ദേഹം പടുത്തുയർത്തതായ ഈ കാത്തോലിക്കേറ്റ് കോളേജ്. അതിൻ്റെ അമരക്കാരനായി ഇന്ന് തുമ്പമൺ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ച് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന അഭിനയ പിതാവ്, തികഞ്ഞ ഒരു പ്രകൃതി സ്നേഹി, ശാന്തമായ സ്വഭാവം, ആധ്യാത്മിക മണ്ഡലത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയ പിതാവിനെ ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വളരെ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അഭിനയനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപനും പുത്തങ്കാവിൽ തിരുമേനിയുടെ സഹോദരപുത്രനുമായിരിക്കുന്ന അഭിനയ പിതാവ് ശാരീരികമായ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും പുത്തങ്കാവിന്റെ പ്രവർത്തനങ്ങളിലും തിരുമേനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടെ സഭയിൽ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുത്തിരിക്കുന്ന വ്യക്തിത്വമാണ്. അഭിനയ പിതാവിന്റെ സാന്നിധ്യം അനുഗ്രഹമാണ്, നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. അഭിനയ പിതാവിനെയും ഭക്തി ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി മനുഷ്യാവകാശ കമ്മീഷൻ എന്ന നിലയിൽ കേരളത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. പുത്തങ്കാവ് ദേശക്കാരൻ, കൊച്ചുതിരുമേനിയുടെ ആരാധകൻ, കബറിലെ പ്രാർത്ഥന ആഗ്രഹിച്ച് കടന്നു വരുന്ന ഒരു ദേഹം, മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന വ്യക്തിത്വം. ഏറ്റവും ബഹുമാനായിരിക്കുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വന്യനായ TJ ജോഷുവാച്ചനാണ്. ഗുരുക്കന്മാരുടെ ഗുരുവും സഭ ആദരപൂർവ്വം ഗുരുരത്നം എന്ന നാമധേയത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുവാണ്. കൊച്ചുതിരുമേനിയുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതും കൊച്ചുതിരുമേനിയുടെ ജീവിതം കൂടുതലായി ആകർഷിച്ചിട്ടുള്ളതുമായ ഒരു വ്യക്തിത്വമാണ്. മലങ്കര സഭാ പിതാക്കന്മാരുടെ ചരിത്രം എടുക്കുമ്പോൾ അദ്ദേഹം കൊച്ചുതിരുമേനിയെ പറ്റി വാദോരാതെ വാചാലനായിട്ട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. തികച്ചും യോഗ്യനായിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള അനുസ്മരണ പ്രഭാഷണത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ കടന്നു വന്നിരിക്കുന്നു. ഏറ്റവും ബഹുമതിനായിരിക്കുന്ന ഞങ്ങളുടെ ഗുരുവുമായിരിക്കുന്ന ബഹുമതിനായ TJ ജോഷുവാച്ചനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാത്തോലിക്കേറ്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാത്യു പി ജോസഫ് അവർ കൊച്ചുതിരുമേനിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് ശാപം പകർന്ന് ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനായ മാത്യു പി ജോസഫ് സാറിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. തുമ്പമൺ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ടൈറ്റസ് ജോർജ് അച്ഛൻ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. വന്യനായ അച്ഛന്റെ സാന്നിധ്യം അനുഗ്രഹമാണ്. വന്യനായ അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ആത്മസുഹൃത്ത് മീരാറാവുത്തരുടെ കൊച്ചുമകൻ അബ്ദുൽ ഖാദർ കഴിഞ്ഞ വർഷത്തെ മാർത്തോമ അവാർഡിനെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായ സാക്ഷ്യം പങ്കുവച്ച ഒരു വ്യക്തിയാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നുള്ള സന്തോഷമാണ്. തിരുമേനി വളരെയധികം സ്നേഹിച്ച ഒരു പ്രിയ കുടുംബം. ആ കുടുംബത്തിന്റെ അടുത്ത തലമുറ തിരുമേനിയോടുള്ള ബന്ധം, സ്നേഹം ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ
ഈ പറയുന്നത് ശരിയല്ല എങ്കിലും ഈ വരുന്ന പെരുന്നാളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ നേരത്തെ പള്ളിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഒരു വലിയ ആത്മബന്ധം പുത്തങ്കാവിൽ കൊച്ചുരുമീനിയുമായിട്ട് കുടുംബം കാത്തു സൂക്ഷിക്കുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പുത്തൻകാവിലെ സഹവികാരി ബഹുമാനപ്പെട്ട ജാൾസൺ ഡി ജോർജ് അച്ഛൻ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യ ജാൾസൺ അച്ഛനെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ജനറൽ കൺവീനറായി സുൽഫി ഉമ്മൻ അദ്ദേഹത്തിന് പറ്റി ഒരു വാക്ക് പറയാതിരിക്കുവാനായിട്ട് നിവൃത്തിയില്ല. ഈ ആശയം സത്യത്തിൽ പിടിത്തിരിഞ്ഞത് ബഹുമാനപ്പെട്ട സുൽഫി ഉമ്മൻ അവരുകളിലാണ്. ഈ ഒരു ക്രമീകരണം ഇവിടെ ഇത്രയും തരത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നതും പ്രിയപ്പെട്ട സുൽഫി ഉമ്മന്റെ ശക്തമായ നേതൃത്വമാണ്. ഇത്രയും ശ്രേഷ്ഠരായ ആളുകളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ക്ഷീണം പരിശ്രമിച്ചത് സുൽഫി ഉമ്മന്റെ ശക്തമായ നേതൃത്വവും കഴിവുമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന സുൽഫി ഉമ്മൻ പുത്തൻകാവ് വെള്ളക്കോടത്തിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങൾ സജീവനാണ്. പ്രത്യേകിച്ച് പുത്തൻകാവിൽ കൊച്ചുരുമേനി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ ഭക്തിയും ആദരവും അദ്ദേഹത്തിനെ കാണുവാനായിട്ട് കഴിയും. ആ ഭക്തിയുടെയും ആദരവിന്റെയും വെളിച്ചത്തിലാണ് ഇത്രത്തോളമുള്ള കാര്യങ്ങൾ നേതൃത്വം കൊടുക്കാൻ സാധിച്ചത്. സുൽഫിയുമ്മനെയും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. യൂണിവേഴ്സിറ്റി ഇന്നോവേറ്റർ ട്രസ്റ്റി ബഹുമാൻ വർഗീസ് തോമസ്, സെക്രട്ടറി ജി വർഗീസ് അവരെ സ്വാഗതം ആശംസിക്കുന്നു. വന്ദിരായ ഓർബിസ്കോപ്പന്മാരുടെ അനുഗ്രഹീതമായ നിരാജ്ഞയുണ്ട്. വന്ദിരായ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യമുണ്ട്. തുമ്പമൺ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠര്, ചെങ്ങന്നൂർ ഭദ്രാസനം വന്ന വൈദിക ശ്രേഷ്ഠരെയൊക്കെയും വളരെ ആദരവോടും വളരെ സ്നേഹത്തോടു കൂടി ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസികൾ പുത്തങ്കാവിടവകയിൽ തുമ്പമൺ ഭദ്രാസനത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞും ശ്രമിച്ചും വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രിഗോറിയൻ ജീവി ഇവിടെയുണ്ട്. അതിന്റെ ചുമതലക്കാരോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. പുത്തൻകാവിൽ മാർ എലക്സിനോസ് അനുസ്മരണ പ്രഭാഷണം അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തുമ്പമൺ ഭദ്രാസനാഥൻ ലളിത ജീവിതം കൊണ്ടും പരിസ്ഥിതി അനുകൂലമായ പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കും പ്രവൃത്തിയും പ്രവൃത്തിക്കിണക്കി ജീവിക്കുന്ന ശൈലിയുടെ ഉടമയായ സഭയുടെ അഭിമാനം അഭിവന്യ തിരുമനസ്സിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരപുത്രനും ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരിക്കുന്ന ശ്രീ രസീലിയം മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിമന്യ തോമസ് മാർത്താന സിസ്മേനി ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം ഏറ്റവും യോഗ്യതയുള്ള നമ്മുടെ ഏവരുടെയും എൻ്റെയും കൂടി ഗുരുവായിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ സി ജെ ജോഷുവാച്ചൻ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഓർബിസ്കോപ്പന്മാർ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അധ്യക്ഷ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ടി ജെ ജോഷുവാച്ചനെ പോലെ ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിനെക്കുറിച്ച് അനുസ്മരണം നടത്തുവാൻ യോഗ്യതയുള്ള വേറെ ആരും ഇന്ന് ഇല്ല. അതുകൊണ്ട് ആ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു കടമ എന്നാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിന് ചുരുക്കം ചില വാക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയുള്ളത് പുത്തൻകാവിൽ പെരുന്നാളിനും മറ്റ് കൺവെൻഷൻ വേദിയിലും ചെല്ലുമ്പോൾ എൻ്റെ വലിയ അപ്പച്ചനും എൻ്റെ അപ്പനും അമ്മയും ഇവിടെ കൂടെ ചെന്ന് തിരുമേനിയെ പരിചയപ്പെടുന്ന രംഗമാണ് മനസ്സിൽ വരുന്നത്. ഞാനൊരു ബാലനായിരുന്നു. 10 വയസ്സ് 12 വയസ്സുണ്ട്. ഈ കാലയളവിൽ 1930 ഞാൻ ജനിച്ചിട്ടില്ല. 51 അകമുള്ള സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പുത്തൻകാവ് ഇടവകയിൽ എൻ്റെ മാതൃടവയ കൂർത്തമൽ ഇടവകയിൽ വെച്ച് തിരുമേനിയെ നേരിട്ട് കണ്ടിട്ട് തിരുമേനിയുടെ ശബ്ദം
ഇന്നും കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഇന്ന് വരെയും അതുപോലെ ഒരു ശബ്ദം മാസികകളിൽ കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ അല്പം സാമ്യമുള്ളതാണ് അത് കുടുംബ പാരമ്പര്യം ലഭിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അന്ന് എന്നെ അനുഗ്രഹിച്ച അനുഗ്രഹം ഇന്ന് എന്നിൽ ഉണ്ടെന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അത് മദ്രാസത്തിൻ്റെ മെത്രാപ്പൊലീത്തായി എനിക്കിങ്ങനെ ഈ വേദിയിൽ നിൽക്കുവാൻ പറ്റിയ അവസരം അങ്ങനെയുള്ള അനുഗ്രഹം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാക്കാങ്കുന്നിൽ ഇത്രയേറെ കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തി മറ്റ് സഭാംഗങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. ശരീരാധ്വാനവും മാനസികാധ്വാനവും. മാക്കാങ്കുന്നിൻ്റെ മണ്ണ് മുഴുവൻ കിളച്ച് മറിച്ച് കല്ല് പൊട്ടിച്ച് ഇവിടെ 12 മുറികൾ പണിത് ഒരു ദേവാപ്രസ്ഥാനം നടത്തുവാൻ തക്കവണ്ണം ഇത്രയേറെ ശ്രദ്ധ ചെലുത്തിയ ഒരു മെത്രാപ്പൊലീത്തായിരുന്നു അദ്ദേഹം. ബഥേൽ അരമനയിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് പത്തനംതിട്ട ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് വന്ന് ഇവിടെ താമസിച്ചും പകൽ സമയത്തും പ്രവർത്തിച്ചിട്ട് തിരിച്ച് ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴാണ് ബഥേലിലേക്ക് തിരിച്ചു വന്നത്. ബഥേൽ അരമനയും പത്തനംതിട്ട ബേസിൽ അരമനയും തമ്മിലുള്ള ബന്ധം അന്ന് അദ്ദേഹം ആ ബസ്സിൽ കൂടി യാത്ര ചെയ്താണ് പുലർത്തിയിരുന്നത്. ഓർത്തുകൂടിയ ഒരു കാറൊന്നും ഇല്ലാത്തൊരു കാലം. അവസാനം ഒരു കാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൂടുതൽ സമയം 8 സീറ്റർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട ഒരു മെത്രാപ്പൊലീത്തായെക്കുറിച്ച് ഇന്ന് പ്രസംഗിച്ചാലൊന്നും അത് ഉൾക്കൊള്ളുവാനുള്ള ആ മാനസിക നിലയൊന്നും നമുക്കില്ല. പോകട്ടെ, സഭയിലും ഭദ്രാസത്തിലും ഇതുപോലെ കഠിനാധ്വാനം ചെയ്ത് ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ 1-2 സ്ഥാപനങ്ങളുടെ കാര്യം മാത്രം ഞാൻ അഭിമന്യ ബഹുമാനപ്പെട്ട ജോഷുവാച്ചന് ഒത്തിരിയേറെ കാര്യങ്ങൾ അനുഭവത്തിൽ കൂടി പറയുവാനുണ്ട്. ബഥേൽ അരമന 16 സെന്റ് സ്ഥലം മാത്രമുള്ള പുതയിൽ ആദ്യകാലത്ത് 65-70 വർഷം എന്നുള്ളതിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ കൊങ്ങിലടി അരമനപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നു. ബഥേൽ അരമന, കൊങ്ങിലടി പള്ളി, തുമ്പമൺ മന്ദിരം ഇപ്പോഴും അത് മർത്തമറിയം സമാജത്തിൻ്റെ ശ്രീ സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു. മർത്തമറിയം സമാജത്തിനും ഗവൺമെൻറ്റിനും ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ളൊരു മന്ദിരം. 4ാമത് പുത്തൻകാവ് മെത്രാപ്പൊലീത്തൻ ഹൈസ്കൂൾ, അതിൻ്റെ ആരംഭ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതായിരുന്നു. മെട്രോപൊളിറ്റൻ ഹൈസ്കൂൾ, പത്തനംതിട്ട കാലിക്കറ്റ് ഹൈസ്കൂള്. ഇത് ഹൈസ്കൂളായിരുന്നു, പിന്നീടാണ് കോളേജായെന്നറിയാം. പിന്നെ കോളേജിനെ കുറിച്ചുള്ള സ്വപ്നം, കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകവാസം വിട്ടുകഴിഞ്ഞു. പക്ഷേ കോളേജിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ലോകവാസം വെടിയുന്നത്. കിഴവള്ളൂർ ഹൈസ്കൂൾ, ബേസിൽ വേറ, ഇങ്ങനെ സ്ഥാപനങ്ങളൊരു 20 വർഷത്തിനകം ഈ ഭദ്രാസനം സ്ഥാപിക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചാതുര്യം അല്ലെങ്കിൽ ആ ശ്രേഷ്ഠതയൊന്ന് ഭാവനയിൽ കാണാവുന്നതേ ഉള്ളൂ. സഭയാകമാനുള്ള സമാധാന ചർച്ചകൾ അത് എവിടെയായിരുന്നാലും ആരായിരുന്നാലും, ഏത് പാത്രിക്കേസ് വിഭാഗമായാലും കാതോലിക്ക വിഭാഗമായാലും അവിടെ നിന്ന് ചെന്ന് ഇറങ്ങിച്ചെന്ന് ആ മുൻകൈയെടുത്ത് സഭാസമാധാനത്തിന് വേണ്ടി അക്ഷീണ ശ്രമിച്ച ഒരു ധീര നേതാവായിരുന്നു. മലങ്കര ആഗമനം സുവിശേഷത്തിൻ്റെ വലിയ സന്ദേശം ഏത് കൺവെൻഷൻ മുതൽ കുന്നംകുളം മുതൽ കന്യാകുമാരി വരെ ഈ വിശാലമായ തലത്തിലെ എല്ലാ കൺവെൻഷനിലും ചെന്നെത്തുന്ന ഒരു കൺവെൻഷൻ്റെ ഒരു വലിയ ആളായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. യുവാക്കളുടെ ആരാധ്യ പുരുഷൻ. ഇവിടെ 12 പേരെ തിരഞ്ഞെടുത്തത് ഞാൻ ഇപ്പോഴവർക്കാണ്. 12 പേരെ വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അത് A.T. ഗബ്രിയേൽ അച്ഛനായാലും T.M. വർഗീസ് അച്ഛനായാലും സഭാപതി C.P. ചാണ്ടി ആയാലും M.D. ചെറിയാൻ സാറായാലും M.K. തോമസ് അച്ഛൻ, പിന്നെ P.S. ശമേലച്ചൻ ഇപ്പോഴുമുണ്ട്, M.K. തോമസ് അച്ഛനുണ്ട്. ഇവരൊക്കെ തിരുമേനിയോട് നേരിട്ടുള്ള ബന്ധത്തിൽ
ആഹ്വാനമനുസരിച്ച് ക്രിസ്ത്യവേലക്കായിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. ഇങ്ങനെ ഇത്രയും സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ഈ സഭയിലുടനീളം നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ ദിവസത്തിൽ ആ ആത്മാവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗയോട് ഉപസംഹരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്നു. അത് വീണ്ടും വീണ്ടും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നും നമ്മളോടുകൂടെ ഭദ്രാസനത്തോടും സഭയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗങ്ങളെ ഉപസംഹരിക്കുന്നു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി അവർകളാണ്. ആദ്യമായി ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇടയായതിൽ ദൈവതിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. ഇതിലെന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും പലപ്പോഴും എന്നെ വിളിക്കുകയും ചെയ്യുന്ന സി സുൽപ്പി എന്നോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിന്നൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം തിരുമേനിയുടെ അനന്തരവനായ മെത്രാപ്പോലീത്തായി അനുസ്മരണ സമ്മേളനം നടന്ന ജോഷുവാച്ചൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് തയ്യാറെടുപ്പോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് തിരുമേനി കാലം ചെയ്തത്. എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചെറുപ്പകാലം മുതലേ തിരുമേനിയെക്കുറിച്ചുള്ള തിരുമേനിയുടെ പാട്ടിനെക്കുറിച്ചും പ്രസംഗത്തിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ ചെറുപ്പം മുതലേ കേട്ടു വളർന്നവരാണ്. നല്ലൊരു ജോലി മലേഷ്യയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് തിരുമേനിയുടെ കൂടെ ഇറങ്ങി തിരിച്ച എൻ്റെ സഹോദരനാണ് ഉമ്മനച്ചൻ, കെ സി ഉമ്മനച്ചൻ, പിന്നെ കോർപ്പിസ്കോപ്പ അർബാച്ചനായത്. അപ്പം അതുകൊണ്ട് തിരുമേനിയെക്കുറിച്ച് എപ്പോഴും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തെന്നാണ്. പിന്നെ ഞാൻ പുത്തങ്കാവ് സ്കൂളിൽ തിരുമേനി സ്ഥാപിച്ച സ്കൂളിലെ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് തിരുമേനിയോട് എപ്പോഴും ആദരവാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കവറിങ്ക പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആറാട്ടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു വാരി കാണാറില്ല പലപ്പോഴും. എന്നാലും അതിൻ്റെയൊക്കെ അനുഗ്രഹം പ്രത്യേകിച്ച് എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ, ഇങ്ങനെയുള്ള പ്രസംഗമല്ല, വലിയ മീറ്റിങ്ങുകളൊക്കെ പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ മുൻപായിട്ട് കൊച്ചു തിരുമേനിയോട് പ്രാർത്ഥിക്കും. തിരുമേനി പ്രസംഗിക്കാനുള്ള ജാതകത്തിന് പ്രത്യേക മധ്യസ്ഥനായിട്ട് തിരുമേനിയാണ് കരുതുന്നത്. എനിക്കൊരു ധൈര്യം തരണേ. അപ്പോൾ അതോടുകൂടി സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പം അത് തിരുമേനിയുടെ മധ്യസ്ഥത കൊണ്ടുള്ള ഗുണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോഷുവാച്ചൻ്റെ പഴയ പ്രസംഗങ്ങളും കൺവെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പള്ളിയിൽ കൺവെൻഷനിൽ ഞങ്ങൾ സുരമുമ്പിൽ പോകുന്ന ക്ലാസ്സുകളിലും ഒക്കെ എഴുതിയ നോട്ടുകളൊക്കെ ഇപ്പോഴും എൻ്റെ ഇരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും പള്ളി പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അതാണ് ഉപയോഗിക്കാറുള്ളത്. അച്ഛനെപ്പോലെ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ തിരുമേനിയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പ്രസംഗിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം എല്ലാവരും പറയുന്ന പോലെ അലസതയില്ലാതെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. വിചാരിച്ച കാര്യങ്ങളെ സ്വയമായിട്ട് പ്രയത്നം ചെയ്താലും മറ്റുള്ളവരെ അതിലേക്ക് പ്രബോധിപ്പിച്ചും കൂടെ നടത്തുന്നതാണ്. ഇന്ന് നമ്മുടെ സഭയിൽ അതുപോലെ പ്രയത്നിക്കുന്ന ആരുമില്ല എന്നുള്ളത് വളരെ വ്യസനത്തോടു കൂടിയാണ് നോക്കുന്നത്. പട്ടശ്ശേരി തിരുമേനി, കത്തോലിക്ക സഭയിൽ പിന്നീട് പോയി ചേർന്ന ഇവാന്യൂസ് തിരുമേനി, നമ്മുടെ കൊച്ചു തിരുമേനി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സ്ഥാപനങ്ങൾ സ്ഥാപിച്ചവരാരും തന്നെ നമ്മുടെ സഭയിലില്ല. ഇത് ശരിയല്ലേ? ആരുമില്ല. ഈ സ്കൂളുകൾ നോക്കുക. അതിനുശേഷം വളരെ ചുരുങ്ങിയ നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ വളരെ ചുരുങ്ങിയ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉള്ള സ്കൂളുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക. ആ ഒരു ഗതികേടിലോട്ട് വരിക. നമ്മുടെ സഭയിൽ നിന്ന് പിന്നീട് പല കാരണങ്ങളാൽ മാറി മാർത്തോമാ സഭയും റീത്തിലും നമ്മുടെ സഭയെക്കാട്ടിലും 10 ഇരട്ടി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ തന്നെ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വളർച്ചയില്ലാതെ നമ്മുടെ സഭയിൽ മിക്കവാറുമൊക്കെ ഈ ബഹിഷ്കരണം മുതൽ കലാപരിപാടികളിലാണ് കൂടുതൽ ഇഷ്ടം. ഒരു കാര്യങ്ങളെക്കുറിച്ച് കാര്യക്ഷമമായി സഭയെ സംയോജിപ്പിച്ച് പ്രവർത്തിക്കാനായിട്ട് ഒരു കിരസിനുള്ള ആൾക്കാരുടെ പ്രവർത്തനം ആവശ്യമാണ്. ആ ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് സഭയെ നയിക്കുവാനായിട്ട് തിരുമേനി പ്രാർത്ഥിക്കട്ടെ. തിരുമേനിയുടെ പ്രാർത്ഥന അതിന് ഉപകാരമായിക്കോട്ടെ.
അദ്ദേഹം ഞാൻ കുന്നംകുളത്ത് നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ പറയണത്, ആദ്യം ബാബാകൃഷി മെത്രാൻകൃഷിയുമായിട്ടുള്ള വഴക്കേണ്ട സമയത്ത് തിരുമേനിയുടെ പ്രസംഗമില്ലായിരുന്നെങ്കിൽ കുന്നംകുളത്തെ മുഴുവൻ ആൾക്കാരും പാത്രവിശ്വാസമായി. അവിടെ സത്യസ്വഭാവം എന്ന് പറഞ്ഞ രീതി അവിടെ കാണിച്ചു നിൽക്കുന്നുണ്ട്, ചീനി തോന്നാണ്. അപ്പോൾ ആ തിരുമേനിയുടെ പ്രസംഗം കൊണ്ട് മാത്രം കാതോലിക്കേറ്റിൻ്റെ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയൊരു ജനതയാണ് കുന്നംകുളത്ത് അദ്ദേഹം കഴിവുള്ളത്. ആ ഒരു കഴിവ്, പ്രസംഗവും അതുപോലെ തന്നെ പാട്ടും പ്രവൃത്തിയും എല്ലാം പ്രസംഗത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി ജീവൻ കളയുകയും ചെയ്ത് തന്നെ അസുഖമായിട്ട് പോലും അതിനെ ത്രിവൽഗമിച്ച് പ്രസംഗിച്ച ആ തിരുമേനിയുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ ഈ സമ്മേളനത്തിൽ വന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അഭിമന്യ തോമസ് മാർ അത്തനാസിയോസ് തിരുമനസ്സുകൊണ്ടാണ്. ഇതുപോലെയുള്ള ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ വെച്ച് കൂടുന്നത് ആദ്യമായിട്ടാണ്. അതിന് നേതൃത്വം നൽകിയ ഏവരെയും ആദ്യമായിട്ട് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. തിരുമേനിയുടെ 65ാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം നടക്കുന്നത്. 65 വർഷം കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഈ സ്ഥലത്ത് വെച്ച് തന്നെ വയസ്സിലേറെയുടെ സമയത്ത് വെച്ച് ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബന്ധപ്പെട്ട ഇവരെയും കൃത്യമായിട്ട് അനുമോദിക്കുകയും ദൈവരെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ സ്വാതന്ത്ര്യപ്രസംഗം മറ്റും ഓർപ്പിച്ചതുപോലെ ഞാൻ പുത്തങ്കാവിൽ തിരുമേനിയുടെ സഹോദരൻ്റെ മകനാണ്. പക്ഷേ ഈ ദൈവവേലയ്ക്ക് വരണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചത് എൻ്റെ വല്യപ്പച്ചനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ. തിരുമേനിയെ ഞാൻ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. 1.5 വയസ്സായ സമയം മുതൽ ഞാൻ എൻ്റെ വല്യപ്പച്ചനോടെയും വല്യമ്മച്ചനെയും കൂടെയാണ് പുത്തങ്കാവിൽ താമസിച്ചത്. 3 വയസ്സായ സമയം മുതൽ സന്ധ്യാനമസ്കാരത്തിന് പുത്തങ്കാവ് പള്ളിയിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ചിരിക്കുന്നൊരു സംഭവമുണ്ട്. കൗമ നമസ്കരി സമയത്ത് കുമ്പിടുന്ന രീതിയുണ്ടല്ലോ. വല്യപ്പച്ച 3 കുമ്പിടുമ്പം ഞാൻ 6 കുമ്പിടുമായിരുന്നു. 3 വയസ്സുള്ളൊരു കാലം ഇങ്ങനെ നോക്കിക്കൊണ്ട് പടപെടാതെ കുമ്പിടും. അതൊക്കെ കണ്ട് വല്യപ്പച്ചനുള്ളിൽ ചിരിച്ച് കാണുമായിരിക്കാം. അതുപോലെ തന്നെ വല്യപ്പച്ചൻ്റെ കുർബാന എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ്റെ കൂടെ പുത്തങ്കാവിലെ പടിഞ്ഞാറ് വയസ്സ് അന്നൊരു ഗോവേണി ഉണ്ടായിരുന്നു. ആ ഗോവേണിയിൽ കയറി എന്നുകൊണ്ട് ഞാൻ ഈ കുർബാന കാണുന്നത്. വല്യപ്പച്ച താഴെയുണ്ട്, ഞാനവിടെ മുകളിൽ കാണത്തോടെ നിൽക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറയുന്നത് വീട്ടിൽ ചെന്നാൽ ഞാൻ ഉടനെ ഞാൻ ഒരു കുർബാന വീട്ടിൽ തന്നെ ചൊല്ലും. ഞാൻ പുത്തൻ കുർബാന വലിയ അവസരത്തിൽ പുത്തങ്കാവ് പള്ളിയിൽ വലിയ അവസരത്തിൽ പുത്തങ്കാവുകാർ പറഞ്ഞു, ഇതാദ്യത്തെ കുർബാനയൊന്നുമില്ലല്ലോ, വല്യച്ഛൻ്റെ കുർബാന കൊണ്ടുകൊണ്ട് വീട്ടിൽ കുർബാന വലിയ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് എൻ്റെ അയൽവാസിനെ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തിരുമേനിയെ ഞാൻ ദൂരെ നിന്ന് കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കണ്ണൻ പ്രസംഗങ്ങൾ വരുന്ന സമയത്ത് വീട്ടിൽ വരുന്ന അവസരത്തിലൊക്കെയുണ്ട്. ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രസംഗത്തിൻ്റെ മുഖ്യ ആശയം എപ്പോഴും ഇതായിരുന്നു:
എൻ്റെ ദൈവം എൻ്റെ സഭ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഇവിടെയും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ദൈവം എൻ്റെ സഭ. ഞാനും അത് അങ്ങേയറ്റം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത് സന്തോഷം മാത്രമേ. ഈ കോളേജിന് വേണ്ടി അപേക്ഷ കൊടുത്തതിന് ശേഷം തിരുവേലി ചെങ്ങന്നൂരിൽ നിന്ന് മുത്തങ്ങാവിലോട്ട് പത്തണ്ടയ്ക്ക് വരുന്ന സമയത്ത് എൻ്റെ വെല്ലമ്പിച്ച അന്ന് ജീവനോടിക്കുന്നതുകൊണ്ട് വീട്ടിലൊന്ന് കയറിയ അവസരത്തിൽ അയൽവക്കക്കാർ പലരും കൂടി ഇന്നലെ തിരുവേലി പറഞ്ഞു, ഞാൻ പത്തനംതിട്ട ഒരു കോളേജിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടാണ് വരുന്നത്. എൻ്റെ പിതാവ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഒരു കോളേജ് തുടങ്ങാനായിട്ട് ധാരാളം പണം വേണം എന്നറിയാവുന്ന എൻ്റെ പിതാവ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, കോളേജ് നടത്താൻ എന്തുകൊണ്ട് കയ്യിൽ എന്ന് ചോദിച്ചപ്പോൾ ആ പേഴ്സ് എടുത്ത് ആ മേശപ്പുറത്ത് കൊടുത്തു. അതിനകത്തുണ്ടായിരുന്നത് സർക്കാർ 1000 രൂപ വരണം. പറഞ്ഞ മറുപടി, ഇത്ര എൻ്റെ കയ്യിലുണ്ട്, ബാക്കി ദൈവം തരും എന്ന് പറഞ്ഞാണ് തിരുവേലി ഈ കോളേജിന് അപേക്ഷ കൊടുത്തത്. തിരുവേലി കാലം ചെയ്ത് കഴിഞ്ഞാണ് കോളേജ് നിലവിൽ വന്നതെങ്കിൽ തന്നെയും അതിൻ്റെ അപേക്ഷ സമർപ്പിച്ചത് പ്രസംഗിയാക്കിയ തിരുവേലിയാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറയുന്നത് തൻ്റെ ഇടമായിട്ട് ഏത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ്. ഗുജറാത്തിലെ എൻ്റെ പ്രവർത്തനങ്ങളില്ലാൻ തന്നെയും അത് ചൂട് പിടിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മെത്രാപ്പൊലീത്ത ആകുന്നത് ബദനിയിലെ ഈമാനുവൽ മെത്രാപ്പൊലീത്ത സഭ, നമ്മുടെ സഭ വിട്ട് റീത്തസഭ ആരംഭിച്ചതിന് ശേഷമാണ് മുത്തങ്ങാവിൽ തിരുവേലി ആ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. അന്ന് മുതൽ തിരുവേലി തുടങ്ങി വെച്ച ഒരു രീതിയുടെ മനസ്സിൽ കരുതിയിരുന്ന ഒരാശ ഉണ്ടായിരുന്നു, എല്ലാം സഭയ്ക്ക്. എവിടെയൊക്കെ അദ്ദേഹം സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ അത് സഭയുടെ പേർക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതയാണ്. ബദൽ അരമനയിരിക്കുന്ന സ്ഥലം ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയിൽ കൂടി കിടന്ന ഒരു പ്രാർത്ഥനായക്കാരുടേതാണ്. അവരത് തിരുവേലിയെ കണ്ടു പറഞ്ഞ്, ഞങ്ങൾ ഇത് സഭയ്ക്ക് തരാൻ തയ്യാറാണ്, ഞങ്ങൾക്കൂടെ ഒരു കുർബാന ചൊല്ലാനോ അല്ലെങ്കിൽ ചൊല്ലി കിട്ടിയാൽ മതി, തരാവുന്നതാണ്. തിരുവേലി പറഞ്ഞു, അത് ഗീവറീസ് ഒരു ബാബയുടെ പേർക്ക് എഴുതാൻ പറഞ്ഞ് അന്നത്തെ കാതോലിക്കയുടെ പേർക്കാണ് ആ സ്ഥലം വിധിച്ചത്. പറന്തൽ പള്ളി എന്ന് പറയുന്നതും തിരുവേലി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പള്ളിയാണെന്നുള്ളത് നേരിട്ട് എനിക്കറിയാം. അതിൻ്റെ ചരിത്രം ഞാൻ മനസ്സിലാക്കിയതുപോലെ ഇന്നത്തെ കോതമംഗലം ബേസിൽ സ്കൂളുകാരുമായിട്ട് തിരുവേലിക്ക് നല്ല ബന്ധമായിരുന്നു. ആ സ്കൂളിൻ്റെ അനുവാദത്തിന് വേണ്ടി അവരോടൊപ്പം അവരറേഞ്ച് ചെയ്തൊരു പ്രൊഫഷണൽ തിരുവേലി തിരുവനന്തപുരത്ത് അന്നത്തെ ഡയറക്ടറുമായിട്ട് തിരുവേലി നല്ല ബന്ധമായിരുന്നു. പോകുന്ന അവസരത്തിൽ ഈ പള്ളിയുടെ പറന്തൽപ്പള്ളിയുടെ മുമ്പിൽ വന്നപ്പോൾ കാറ് ബ്രേക്ക് ഡൗണായി. പിന്നെ തിരുവേലി പുറത്തിറങ്ങി ഡ്രൈവറിൻ്റെ അടിയിൽ കയറിയൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കുറേ ആളുകളൊക്കെ ചുറ്റും കൂടി തിരുവേലി ചോദിച്ചു, എല്ലാവരും ഒന്ന് കൈവെത്തിയപ്പോൾ നമ്മുടെ ആളുകളാണെന്ന് മനസ്സിലായി. നിങ്ങൾ എവിടെ ഏത് പള്ളിയിലാണ് പോകുന്നത്? കുടച്ചിലാട്ട് പള്ളിയിൽ. ഇവിടുന്ന് എത്ര പേര് ദൂരെയുണ്ട്? അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, ഇവിടെ കാണും ഇച്ചിരി സ്ഥലം കിട്ടുമോ നമുക്ക് എന്ന് അവരോട് ചോദിച്ചു. അപ്പോഴത്തേക്ക് വണ്ടി തയ്യാറായി, വണ്ടിയിൽ കയറിപ്പോയി. കോതമംഗലം ബേസിൽ സ്കൂളിന് ആ പേര് കൊടുത്തത് അപ്പോഴത്തേക്ക് അവർ തിരുവേലി. ബേസിൽ എന്ന് പറയുന്ന തിരുവേലിയുടെ വലിയൊരു ആരാധ്യ പുരുഷനായിരുന്നുകൊണ്ട് പാത്രീയസുകാരുടെ കയ്യിലുള്ള ആ കോതമംഗലം കോളേജിന് പേര് ഇട്ടുകൊടുത്തത് പുത്തങ്കാവിലെ തിരുവേലി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അന്നും തിരുവേലിക്ക് സ്വന്തം കാറില്ല. സ്കൂളുകളുടെ മുഴുവൻ ചുമതല സ്വന്തം അനുജന്, അതായത് നമ്മുടെ ടി.എസ്. തോമസിൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ കൊച്ചുടിച്ചാൻ വിളിക്കും, എൻ്റെ മാമിയുടെ മകുന്ന മകൻ, അദ്ദേഹം കൂടെ താമസിച്ചുകൊണ്ട് സ്കൂളുകളിലെ കോർപ്പറേറ്റ് മാനേജറല്ല, എൻ്റെ ഒരു ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരം. അപ്പം സ്കൂളുകളിലെ ഗ്രാൻഡ് കിട്ടി. പുള്ളി തിരുവേലിയോട് പറയാതെ ഇതൊരു സ്വദേശി ബാങ്കിൻ്റെ താഴെ ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പൈസയുടെ എങ്ങനെ ഉണ്ടാക്കി തിരുവേലിക്ക് ഒരു കാറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുക കൊച്ചുവിളിച്ചാൽ. ഇപ്പോൾ തിരുവേലിയോട് എത്ര നാളാണ് പറയാതിരിക്കുന്നത് വിചാരിച്ച് ഒരു ദിവസം പറഞ്ഞു, തിരുവേലി ഗ്രാൻഡ് എല്ലാം കിട്ടി, ഇത്ര രൂപയുണ്ട്, തിരുവേലി കുറച്ച് രൂപയോട് തന്നാൽ ഞാൻ മദ്രാസിൽ പോയി ഒരു കാറ് വാങ്ങിക്കൊണ്ട് വരാം. തിരുവേലി അത് കേട്ടു. ഏതാനും മണിക്കൂർ കഴിഞ്ഞ അവസരത്തിലാണ് പറന്തൽ പള്ളിയിൽപ്പെട്ട അവിടുത്തെ ചില ചുമതലക്കാർ എൻ്റെ ഇടവിൽ കൂടി നടക്കുന്നവർ
അവിടെ താമസിക്കുന്ന ഓർത്തഡോക്സുകാർ വന്ന് പറഞ്ഞു, തിരുമേനി നമ്മൾ ആ കണ്ട സ്ഥാപനം ആ സ്ഥലം തന്നെ ഉപയോഗിക്കാൻ തയ്യാറാണ്, അതിനെന്തോ വേണം ഇവരെയൊക്കെ പറഞ്ഞു. ഉടനെ കൊച്ചുണ്ണിച്ചാനെ വിളിച്ച് പറഞ്ഞു, എടാ കൊച്ചുണ്ണി, നീ പോയി ആ പൈസ കൊടുത്തിട്ടോ. ഉടനെ പുള്ളി അങ്ങ് വളരെ സങ്കടപ്പെട്ട് താക്കോലെല്ലാം എടുത്ത് തിരുമേനി മുമ്പിടുന്നു. എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട കാര്യം, തിരുമേനി കാറിൽ കയറി കാറിലെല്ലാം ലൈൻ ബസ്സിൽ നടക്കുന്നതിലുള്ള സങ്കടം കൊണ്ട് വേദനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ലൈൻ ബസ്സിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ഉടനെ പറഞ്ഞ് കർശനമായിട്ട് പറഞ്ഞു, നീ പോയി പൈസ എടുത്തോണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ആ പൈസ കൊണ്ടാണ് പറന്തൽ പള്ളിയുടെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. എവിടെ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിരുന്നാലും അത് കാതോലിക്കൻ്റെ കാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് തിരുവേനയുടെ ഒരു പ്രത്യേകതയായിരുന്നു. കാരണം ഈവാനുവൽ സപ്പോർട്ട് പോയ സമയം കൈ കിട്ടിയല്ല എടുത്തുകൊണ്ടോ പോയത്. അത് വരാതിരിക്കാനായിട്ട് അദ്ദേഹം എവിടെയൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കാതോലിക്കൻ്റെ പേർക്കാണെന്ന് ധൈര്യം പറയാനായിട്ട് എനിക്ക് സാധിക്കും. ആ ഒരു രീതി ഞാനും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കോർപ്പറേറ്റ് മാനേജറായി വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് വക്കോമി തിരുമേനിയായിരുന്നു. വടക്കു നിന്നുള്ള തിരുമേനി കണ്ണൂരാട് ബുദ്ധരാസനത്തിൻ്റെ. അത് കഴിഞ്ഞാണ് ഞാൻ മാനേജറായിട്ട് വരുന്നത്. ഞാൻ വന്നതിന് ശേഷം വാങ്ങിച്ചിട്ടുള്ള സകല സ്ഥലവും കാതോലിക്കൻ്റെ പേർക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി സഭയുടെ പരമാധ്യക്ഷനായ കാതോലിക്കയുടെ പേർക്ക് മാത്രമേ ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെ എനിക്ക് കിട്ടിയത് തിരുമേനിയിൽ കിട്ടിയിട്ടുള്ള ചില ഇത്. അതുപോലെ തന്നെ ധൈര്യമായിട്ട് ഓരോ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാനായിട്ടുള്ള ഒരു ചിന്ത കിട്ടിയതും തിരുമേനിയിൽ നിന്ന്. 1966 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനിൽ ഒരു സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനായിട്ടാണ് ഞാൻ ബറോഡയിലേക്ക് കടന്നു ചെല്ലുന്നത്. അന്ന് ഗുജറാത്ത് സംസ്ഥാനത്ത് മുഴുവനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് 4 സ്ഥലങ്ങളിൽ മാസം ഓരോ കുർബാന ഉണ്ടായിരുന്നു. തെക്ക് എന്ന് പറഞ്ഞാൽ ബറോഡ, അഹമ്മദാബാദ്, ജാംനഗർ, ഗാന്ധിധാം. ഈ 4 പള്ളികളും കൽക്കട്ട മദ്രാസനത്തിൽ ദേവദേവസിലേരി KK പൊന്നൂസച്ചനായി ദാദറുടെ സഹപാഠക്കാരായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ട്രെയിനിൽ ഓടി നടന്ന് ഓർഗനൈസ് ചെയ്ത ഇടവുകളാണ്. ഇന്ന് ഗുജറാത്തിൽ കാണുന്ന ബാക്കിയുള്ള സകല ഇടവുകളും 1970 ഞാൻ വൈദികനായതിനു ശേഷം ഞാൻ ഓടി നടന്ന് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇടവുകളാണ്. ഇന്ന് ആ ഭാഗം ഒരു പ്രത്യേക മദ്രാസനായി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ആളും ഞാൻ തന്നെ. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രസംഗാലത്തിന് വേണ്ടി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചതുപോലെ ഗുജറാത്തിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം. അതുപോലെ തന്നെ തിരുമേനി ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ചതുപോലെ ഗുജറാത്തിൻ്റെ മണ്ണിൽ ഇന്ന് എനിക്ക് 6 സ്കൂളുകളുണ്ട്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയ സ്കൂളെന്ന് പറയുന്നത് ഇടവകയ്ക്ക് വേണ്ടി തുടങ്ങിയ അവിടെയും പേരിട്ടത് ഞാനാണ്. ബേസിൽ സ്കൂൾ കേവലം 15 വിദ്യാർത്ഥികളുമായിട്ട് 1969 ഞാൻ തുടങ്ങിയ സ്കൂളാണ് ബേസിൽ സ്കൂൾ. ഒരു 3ാം ക്ലാസ് വരെ ആയ സമയത്ത് സ്കൂളിനൊരു പേരായി. വാടക കെട്ടിടത്തിലാണ് നടക്കുന്നത്. ആ അവസരത്തിൽ ഗുജറാത്ത് റിഫൈനറിയിലെ കുറച്ച് രക്ഷകർത്താക്കൾ എന്നെ ഓഫീസിലൊന്ന് കണ്ടു പറഞ്ഞ്, ഞങ്ങൾ ഗുജറാത്തിൽ വരികയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ 10 സീറ്റ് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, എൻ്റെ സ്കൂൾ ബസ് ഞാൻ അവിടെ നിങ്ങളുടെ ടൗൺഷിപ്പിൽ വിട്ട് പിള്ളേരെ കളക്ട് ചെയ്തു. കാര്യം അത് ടൗൺഷിപ്പ് ബറോഡ സിറ്റി ലിമിറ്റ് പുറത്തായി റിഫൈനറി ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ബസ് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അഡ്മിഷൻ തരാം. ഈ 10 സീറ്റ് വന്നവരെല്ലാം വീതിച്ചെടുത്തു. അത് കഴിഞ്ഞ് ബസ് അറേഞ്ച് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ പോയി കണ്ട അവസരത്തിൽ എന്നെക്കുറിച്ചും സ്കൂളിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തുമായി പറഞ്ഞു, യു ഗോ ആൻഡ് ആസ്ക് ദാറ്റ് ഫാദർ whether he can take over our school. അവിടെ പോയി ആ ഫാദറിനോട് ചോദിക്കുക, നമ്മുടെ സ്കൂൾ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ഗ്രൂപ്പ് വീണ്ടും എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, we have now come with another proposal. We are ready to hand over our English medium school to you. Are you ready? ഞാൻ കേട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, we will think about it. I will also think about it. Let us have a few meetings.
ഏതാനും മീറ്റിങ്ങുകൾക്ക് ശേഷം 1973 ജൂൺ മാസം 11-ാം തീയതി ഞാൻ ആ സ്കൂൾ ടേക്ക് ഓവർ ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നില്ല 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും റെക്കഗ്നൈസ് ചെയ്തു, 7ാം ക്ലാസ്സിലും റെക്കഗ്നൈസ്. സ്കൂൾ ടേക്ക് ഓവർ ചെയ്ത അസംബ്ലിയിൽ ഞാനൊരു വീരവാദം അടിച്ചു. 1976, when I present my first batch of students for the board exam, I will have 100% results and I will get 100% results. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അറിയുന്നത് സ്കൂളിൽ റെക്കഗ്നൈസ് ഇല്ലെന്ന്. പിള്ളേർക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോഴുള്ള സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം, ഉറങ്ങാത്ത അനേക രാത്രികൾ എനിക്കുണ്ടായിരുന്നു. ഞാനത് നമ്മുടെ CK കൊച്ചുകൊച്ചു സാറിൻ്റെ മൂത്തവൻ, അവിടുത്തെ കളക്ടറാണ് CK കോശി കുഞ്ഞുവിനെയൊക്കെ കണ്ടുപിടിച്ച് ഗവൺമെൻറ് തലത്തിൽ സമ്മർദ്ദം എഴുതി ആ സമ്മർ ഹോളിഡേയ്സിൽ ഞാൻ സ്കൂളിൽ 11ാം ക്ലാസ്സിലുള്ള ഇത് വാങ്ങിച്ചു. 76-ൽ സ്കൂളിൽ ആദ്യത്തെ ബാച്ചിൽ പ്രസൻറ്റ് ചെയ്തപ്പം ഞാൻ പറഞ്ഞ പോലെ 100% റിസൾട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. അവിടുത്തെ അധ്യാപകരുടെ മക്കൾ ബറോഡയിലുള്ള കത്തോലിക്ക സ്കൂൾ റോസറിയൽ കോൺവെൻറ്റിൽ പഠിക്കുക, അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുക. അതായത് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ടുള്ളൊരു കാര്യം, ഈ വർഷം ഗവൺമെൻറ് ഇതിനകത്ത് ഒരു പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് സ്കൂളുകളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അതിനവരൊരു പെർഫോമ ഉണ്ടാക്കി ഇൻ്റർനെറ്റിൽ ഇട്ടിട്ട് സ്കൂളുകാർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് DOയ്ക്ക് കൊടുക്കണം. ഡിസ്ട്രിക്റ്റ് വൈസ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചു. എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ എൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. അതിൽ അപ്ലൈ ചെയ്തു. ബറോഡ ഡിസ്ട്രിക്റ്റിന് പുറത്തുള്ള 3 പേരാണ് വന്ന് ഇത് ഇവാലുവേറ്റ് ചെയ്തത്. ഞാൻ കൃഷ്ണൻ വാഴ്ച ബറോഡയിലുണ്ടായിരുന്ന അവസരത്തിൽ DO എന്നെ വിളിച്ച് പറഞ്ഞു, യുവർ സ്കൂൾ ഈസ് ദ ബെസ്റ്റ് എയ്ഡഡ് സ്കൂൾ, ഗ്രാൻഡിനേറ്റ് സ്കൂൾ ഇൻ ബറോഡ ഡിസ്ട്രിക്റ്റ് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. ഈ 5-ാം തീയതി മിനിഞ്ഞാന്ന് എൻ്റെ സ്കൂളിലെ ചുമതലപ്പെട്ടവരോട് പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റും 1,00,000 രൂപ ഒരു അവാർഡായിട്ടുണ്ട്, അതും വാങ്ങിച്ചു കഴിഞ്ഞു. 12-ാം തീയതി ഞാനോട് ചെല്ലുന്ന സമയത്ത് DOയായിട്ട് അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷെ പുത്തങ്കാവിൽ ജനിച്ചു വളർന്ന ഒരാൾ ഗുജറാത്തിൽ ചെന്ന് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നയുടെ കൊണ്ട് തന്നെ. അത് പുത്തങ്കാവിൽ ചെല്ലുന്നതിൻ്റെ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളതാണെന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. ഇപ്പോൾ റിഫൈനഡ് ടൗൺഷിപ്പിൽ എനിക്ക് 2 സ്കൂളുണ്ട്. നരേന്ദ്രമോദിയോട് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു. 10ാം ക്ലാസ്സിൽ വരെ ഗുജറാത്തി കമ്പൽസറി. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഓഫീസർ മറ്റു യൂണിറ്റിൽ നിന്ന് ബറോഡയിൽ വന്നു കഴിഞ്ഞിരുന്നാൽ 3 വർഷം കൊണ്ട് ഗുജറാത്തി ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ട് ബോർഡ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കില്ല. അവരെല്ലാം കൂടെ മാനേജ്മെൻറ്റിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, വി വാണ്ട് എ CBSE സ്കൂൾ. ഉടനെ എന്നെ അവർ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ടു ലേറ്റ്, ദ ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഗിവൺ ബിഫോർ 31st January. നൗ ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് April. നെക്സ്റ്റ് ഇയർ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. പിറ്റേ വർഷം നേരത്തെ എന്നെ അറിയിച്ചു. ഞാൻ അപ്ലൈ ചെയ്തു. 1 KGയും 4ാം ക്ലാസ്സിലുള്ള ക്ലാസ് തുടങ്ങി. ഈ വർഷം ഞങ്ങളുടെ CBSE സ്കൂളിലെ വിദ്യാർത്ഥികൾ ബോർഡ് എക്സാമിനേഷനുണ്ട് പരീക്ഷ എഴുതി. ഞാൻ അവരോട് മാനേജ്മെൻറ്റിനോട് പറഞ്ഞു, നിങ്ങളുടെ പഴയ സ്കൂളിൻ്റെ പേര് ഞാൻ മാറ്റിയില്ല, ഗുജറാത്തിൽ കഴിഞ്ഞ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് അത് മൈനോറിറ്റി സ്കൂളായിട്ട് അംഗീകരിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കട്ടെ. 2ാമത്തെ സ്കൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആദ്യത്തെ സ്കൂളിൻ്റെ പേര് ഞാൻ മാറ്റിയില്ല, ഇനിയും സ്കൂൾ തുടങ്ങുമ്പോൾ ഞാൻ ആ പേരിടുന്നത്. അപ്പോൾ അതിന് ഇഷ്ടമുള്ള പേരിട്ടോളം പറഞ്ഞു. 2ാമത്തെ സ്കൂളിൻ്റെ പേരാണ് ബസേലിയോസ് പബ്ലിക് സ്കൂൾ ബറോഡ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് പണം ചെലവാക്കുന്നത്, ഞാൻ നടത്തും. അത്രമാത്രം ഈ സ്കൂളുകളെല്ലാം തന്നെയും ബറോഡയിലെ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ റൂറൽ ഏരിയയിലാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി ഞാനുമായിട്ട് ഇത്ര അടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ 6 സ്കൂളുകളും ഗുജറാത്തിൻ്റെ റൂറൽ ഏരിയ ആണെന്നുള്ള കാര്യം ബറോഡയിലെ ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ ബിഷപ്പിനെ ഒന്ന് കാണണം. 2013 ഡിസംബർ മാസത്തിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. എന്നെ എസ്കോർട്ട് ചെയ്ത് വന്നു ബറോഡ ഡിസ്ട്രിക്ട് കളക്ടർ. ആ സമയം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ സഭയെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ 21-ാം തീയതി നമ്മുടെ സെമിനാരിയുടെ സ്റ്റാമ്പ് റിലീസിങ് കഴിഞ്ഞ്
നരേന്ദ്രമോദിയുമായിട്ട് ബാബാദിലും എനിക്കൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായൊരു താല്പര്യം എന്നോടുള്ളൊരു പ്രധാന കാരണം എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ റൂറൽ ഏരിയയെ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അനേക വിദ്യാർത്ഥികൾ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് നിർത്താനൊക്കാത്ത പോലെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് നിർത്തുകയാണ്. കാരണം അനേക വിദ്യാർത്ഥികൾ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ എത്തിച്ചേരാനായിട്ട് എൻ്റെ പ്രവർത്തനം ഇടയായിട്ടുണ്ടെന്നുള്ളത് ഗുജറാത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വസ്തുതയാണ്. അവിടെ BJPയുടെ ഒരു ഭരണമാണ് നടക്കുന്നത്. ഇത്രയും കാലമായിട്ട് എൻ്റെ ആധ്യാത്മിക കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതിനോ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനോ എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ളതെന്ന് പറയുന്നത് പുത്തങ്കാവിലെ തിരുമേൻ്റെ ഡയർനെസ്സാണ്, തൻ്റെ ഇടമാണ്, എടുത്തു ചാടി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജനിച്ചുള്ള സ്ഥലം മേസാനായാണ്. അവിടെ കത്തോലിക്കർക്ക് പള്ളിയില്ല, CNI-കാർക്ക് പള്ളിയില്ല. മേസാനായിൽ ആദ്യം ഒരു പള്ളി പഠിപ്പിച്ച് ഞാനാണ്. മലങ്കര ഓർത്തഡോക്സ് വിദ്യാർത്ഥികളുടെ ഒരു പള്ളി 11 മാസം കൊണ്ട് സ്ഥലം വാങ്ങിച്ച് ഞാൻ പള്ളി പണിഞ്ഞവിടെ. ഇതിനൊക്കെയുള്ള തന്നിടം ലഭിച്ചെന്ന് പറയുന്നത് പുത്തങ്കാവിൽ തിരുമേൻ്റെ ആ ഒരു പോക്ക് തന്നെയാണ്. സഭയെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ദൈവത്തിൽ അങ്ങേയറ്റം അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ ഒരു മാതൃക അതുപോലെ തന്നെ ഇവിടെ ബേസിൽ ദേറ തുടങ്ങിയെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്നും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, തിരുമേനോട് പറയുകയാണ്, ബേസിൽ ദേറ ഒരു ദേറായിട്ട് വരുന്നുവെങ്കിൽ ഗുജറാത്തിലുള്ള എൻ്റെ 6 സ്കൂളുകളും ഈ ദേറായ്ക്ക് വിട്ടുതരാൻ ഞാൻ സന്നദ്ധനാകുന്ന കാര്യം ഓർക്കപ്പെടുന്നു. പക്ഷേ അത് ദേറ കാണും, അല്ലാതെ ഉണ്ട് താമസത്തിനുള്ള സ്ഥലമാകരുത്. ഒരു നല്ലൊരു ദേറായിട്ട് വളരുന്നുവെങ്കിൽ ഇത് വിട്ടുകൊടുക്കാൻ ഞാൻ സന്നദ്ധനാകുന്ന കാര്യം ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞാണ്. ദീർഘമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതിൻ്റെ അവസരം കിട്ടിയുള്ള സന്തോഷം അറിയിക്കുന്നു. തിരുവേലിയെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആശംസകൾ അറിയിക്കുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു P. ജോസഫ് സാറിനെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ മുന്നമേ ശിരസ്സ് നമിക്കുന്നു. ഈ മീറ്റിംഗ് പ്രത്യേകിച്ച് ഒരു നിയോഗമായി ഞാൻ കരുതുന്നു. കാരണം കാതോലിക്കൻ കോളേജിന് നാഷണൽ അക്രഡിറ്റേഷൻ, 3ാമത് അക്രഡിറ്റേഷൻ ലഭിച്ചതിന് ശേഷം ആദ്യമായി ഈ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന മീറ്റിംഗാണ്. അത് പുത്തൻകാവിൽ തിരുമേനിയെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് കൂടുന്നു എന്നുള്ളത് ഒരു നിയോഗമാണ്, നിശ്ചയമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ആദ്യത്തെ അക്രഡിറ്റേഷൻ 98 നടന്നു, രണ്ടാമത് 2006 ഇപ്പോൾ UGCയുടെ അക്രഡിറ്റേഷൻ നടന്നപ്പോൾ 3.60, അതായത് 400-ൽ 360 മാർക്കോടുകൂടി നാഷണൽ അക്രഡിറ്റേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രേഡാണ് ഈ കോളേജിന് ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ ഈക്വൽ ഗ്രേഡുള്ള ഒരു കോളേജ് കൂടി മാത്രമേ കേരളത്തിൽ ഇപ്പോഴുള്ളൂ. ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജാണ്. പ്രിൻസിപ്പൽ തന്നിരിക്കുന്നതായ 20 പേജുള്ളതായ റിപ്പോർട്ടിൽ your college has all credentials for becoming a deemed university with 13 undergraduate courses and 15 postgraduate courses including MPhil and 7 research departments. ഈ NAC ടീമിൽ വന്ന അംഗങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ തിരുമേനിയുടെ പടമാണ് നമ്മൾ മുൻപിൽ അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ വന്ന ആള് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, ഡോക്ടർ രാമയ്യ. അപ്പോൾ അദ്ദേഹം ബിഷപ്പിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഗ്രേവ് ലുക്ക്, സിമ്പിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് എ വിഷണറി. ഗ്രേവ് ലുക്ക്, സിമ്പിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് എ വിഷണറി. നല്ല സീരിയസ് ലുക്കാണ്. ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ് പിന്നെ പുത്തൻകാവിൽ തിരുമേനിയുടെ പടം അവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കോളേജിന്റെ നെഹ്റു എന്ന പ്രസിദ്ധീകരണം, അതായത് കോളേജിന്റെ ഒരു സ്മരണിക അതിന്റെ 50ാമത് വർഷത്തെ ഇറക്കിയപ്പോൾ
അന്ന് ഓരോരുത്തർക്കും പേര് കൊടുത്തിട്ടിരുന്നു. അത് പബ്ലിഷ് ചെയ്തപ്പോൾ ദ വിഷണറി എന്നാണ് അതിൽ തിരുമേനിയുടെ പേര് നൽകിയിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും വലിയ ദർശനമുള്ള ആൾക്കാർ ജനിക്കുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ വലിയൊരു വിഷണറി ആയിട്ടുള്ള പിതാവാണ്. അപ്പോൾ ഈ നിങ്ങളുടെ നാക് അക്രഡിറ്റേഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞത്, at a time when your state was having only 6 graded colleges and your students had to go all the way from your state to Madras or other states in India, your bishops had the vision to see that a college comes up in a rural area. ഒരു റൂറൽ ഏരിയയിൽ ഒരു കോളേജ് ഉയർന്നു വരണം എന്നുള്ളതായ വിഷൻ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി അദ്ദേഹം അനുസ്മരിച്ചു. പ്രിൻസിപ്പലിന്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നതിൽ ഞാൻ എഴുതിയിരുന്നു, the roots of the present lie deep in the past. So I salute all, we are all beneficiaries of the institution, and I salute all visionaries who have been instrumental in yesteryears in upbringing this institution to its color, hue and credit എന്ന് അതിൽ എഴുതിയിരുന്നു. അതും അവർ ശ്രേഷ്ഠമായി മാനിച്ച ഒരു കാര്യമാണ്. അഭിമന്യ പിതാക്കന്മാരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ വിദ്യാർത്ഥികളോടും പറയാറുണ്ട്, ഇവിടെ സൂക്ഷിച്ച് നടക്കണം. ട്രെഡ് സോഫ്റ്റ്ലി ഫോർ യു ആർ വാക്കിംഗ് ഓൺ ഹിസ്റ്ററി. സൂക്ഷിച്ച് നടക്കുക, കാരണം പരിശുദ്ധ പിതാക്കന്മാരുടെ പാത പതിഞ്ഞ സ്ഥലമാണ് എന്നുള്ളതുകൊണ്ട്. ഗീവർഗീസ് ബാബാ തിരുമേനിയുടെ പടം ഇവിടെയുണ്ട്. കോളേജ് പ്രിൻസിപ്പൽസ് റൂമിൽ 1952 ഓഗസ്റ്റ് 1 ഈ കോളേജ് അന്നത്തെ രാജപ്രമുഖൻ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പടം മനോരമയുടെ ആർക്കൈവ്സിൽ നിന്നെടുത്ത് ആലേഖനം ചെയ്ത് ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പടം ഇവിടെയും സ്ഥാപിക്കുന്നതിന് വേണ്ടി അഭിമന്യ തിരുമേനിയോട് ഗവേണിംഗ് ബോർഡ് അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ടുണ്ട്. തിരുമേനിയെ അത് കാണിക്കുകയുണ്ടായി. അത് കോളേജിനെ സംബന്ധിക്കുന്നതായ ഹിസ്റ്ററിയാണ്. ആ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇവിടെ ഞാൻ എല്ലാ അനുസ്മരണങ്ങളും നടത്തുന്നു. എ പേഴ്സൺ വിത്ത് എ ഡിവൈൻ വിഷൻ. കോളേജിന് രാവിലത്തെ കോളേജിന്റെ ഒരു ഗാനം ഉണ്ട്. അതിൽ തന്നെ we salute all the beneficiaries, we salute all the visionaries എന്നുള്ള ഗാനം ചുറ്റപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. ആ ഗാനത്തോടെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഏത് മീറ്റിംഗ് നടന്നാലും, എവിടെ മീറ്റിംഗ് നടന്നാലും പുത്തൻകാവിൽ തിരുമേനി അനുസ്മരിക്കാത്ത ഒരു മീറ്റിംഗ് വളരെ വിരളമാണ്. ആ പുത്തൻകാവിൽ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ പതിനാഞ്ജലികളും അർപ്പിക്കുന്നു. കാരണം ഇന്നത്തെ ബെനിഫിഷ്യറീസ് എല്ലാവരും തന്നെ പിതാക്കന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരുമേനിയുടെ വിശുദ്ധ ആരാധനയെ പറ്റിയും ശബ്ദത്തെ പറ്റിയും ഒക്കെ. ആ ശബ്ദത്തിന്റെ പ്രൗഢി ലഭിച്ചിട്ടുള്ള മെത്രാപ്പൊലീത്തയാണ് അഭിമന്യ അത്തനാസ്യൂസ് തിരുമേനിയും. അത് മലങ്കരയ്ക്ക് അഭിമാനവും അലങ്കാരവും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനായിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഓരോ വാക്കിലും പുത്തൻകാവിൽ തിരുമേനിയോടുള്ള ഭക്തി പുലർത്തുന്ന തികഞ്ഞ സഭാസ്നേഹിയും സഭാവിശ്വാസിയുമായ കർമ്മോത്സുകനായ ഹൈടെക് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോസഫ് സാറിൻ്റെ ആശംസാ വചസ്സുകൾക്ക് നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ആത്മസുഹൃത്ത് എൻ മീരാണൻ മീരാറാവുത്തറുടെ കൊച്ചുമകൻ ശ്രീ എൻ അബ്ദുൽ ഖാദർ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിൽ പ്രവേശിക്കുന്ന മറ്റ് അഭിനന്ദ ഗുരുക്കന്മാർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അഭിനന്ദ വൈദികന്മാർ, മറ്റു സുഹൃത്തുക്കൾ, ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു സാഹചര്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ പുത്തൻകാവ് തിരുമേനി മരണമടയുന്ന കുന്നംകുളം എന്ന സ്ഥലത്ത് വെച്ചാണ്. ആ കുന്നംകുളത്ത് അന്ന് എൻ്റെ ഉപ്പാപ്പൻ, അതെൻ്റെ അച്ഛൻ്റെ അനിയൻ, അന്ന് അവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സുഹൃത്തായിരുന്ന തിരുമേനി കുന്നംകുളത്ത് ചെല്ലുകയും അവിടെ ചെന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകനുണ്ട് ഇവിടെ മുനിസിപ്പൽ ജോലിക്കാരനാണ് പറഞ്ഞ് തിരക്കി പിടിച്ച് അദ്ദേഹം ഈ കവിരാൻ മീരാപ്പുള്ള ആളിനെ കാണുമെന്ന് പറഞ്ഞു. ഏതായാലും
അദ്ദേഹം അങ്ങനെ തലേദിവസം അവിടെ പോകുന്നു. തിരുമേനി ചെന്ന് കണ്ട് എല്ലാ ആശംസകളും വാങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവിവരം ഇങ്ങനെ മരിച്ചുപോയി എന്നറിയുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വേണ്ട മുനിസിപ്പൽ പിന്നെ ചെയർമാൻ ബന്ധപ്പെട്ട് വേണ്ട സജ്ജീകരണം ചെയ്യും. അങ്ങനെ അന്ന് അദ്ദേഹം ഞാൻ ചെറിയ പ്രായമാണ്, പറഞ്ഞത് അറിയുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു ആത്മബന്ധം ഇദ്ദേഹമായിട്ട് ഈ തിരുമേനി ഞങ്ങൾക്ക് ഉണ്ടാകുകയും ആ അടിസ്ഥാനത്തിൽ നമ്മുടെ സുനിൽ എന്നെ ബന്ധപ്പെടുകയും ഈ കഴിഞ്ഞ വർഷം സുനിൽ ഇറക്കിയപ്പോൾ ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞു. അതായത് ഈ മീരാൻ മീര എന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ് എന്ന്. മീരാൻ മീര എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, നമ്മുടെ തിരുമേനിയുടെ അടുത്ത സുഹൃത്തായി. അങ്ങനെയാണ് ആ ബന്ധം വന്നതും ഞാനിവിടെ വരാൻ ഇടയായത്. ഏതായാലും ഈ യോഗത്തിൽ പങ്കെടുക്കാനും എനിക്ക് ആശംസ പറയാൻ അവസരം തന്ന ഇതിൻ്റെ അധികാരികൾക്ക് ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ നിർത്തുന്നു. നമസ്കാരം. ആശംസാവചസ്സുകൾക്ക് നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഈ പ്രോഗ്രാം ജനറൽ കൺവീനർ ശ്രീ സുനിൽ പേയ്മെന്റ് സാറിനെ സാദരം ക്ഷണിച്ചോളൂ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ജോഷിയാച്ചൻ്റെ വാക്കുകൾക്കാണ്. ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഒരു ഫംഗ്ഷന് വരികയാണെങ്കിൽ ആശംസ പറയുന്നവരെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഫംഗ്ഷൻ തീരും. ഈ ഫംഗ്ഷനിലെ ഏറ്റവും നമ്മുടെ അതിഥി ജോഷിയാച്ചനാണ്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനി എന്ന് പറയുമ്പോൾ ആ കബറിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈന്ദവർക്ക് കിട്ടിയിട്ടുണ്ട്, മുസ്ലിമുകൾക്ക് കിട്ടിയിട്ടുണ്ട്, ക്രൈസ്തവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യവസായി, ഓർത്തഡോക്സ് സഭാംഗമായ ആ വ്യവസായി ആ കവറിങ്കിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങി വന്നപ്പോൾ ഞാനുണ്ട്. എന്നോട് പറഞ്ഞു, സുനിലെ, ഈ പള്ളിക്ക് ഈ കബറിടത്തിന് വലിയ ശക്തിയാണ്. ഞാൻ ഇതിനോട് ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 2 മാസം മുമ്പ് കണ്ണൻ എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ കബറിങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വികാരി ചോദിച്ചു, ഏതാണ് എന്ന് പറഞ്ഞ് 10 വർഷമായി കുട്ടികളില്ലായിരുന്നു. എനിക്ക് കിട്ടിയ കുഞ്ഞാണ് വിസ്മയി. ഞാൻ ഈ കബറിങ്കിൽ നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് അനുഗ്രഹം കിട്ടിയതാണ്. ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പിതാവായിരുന്നു പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. മെത്രാപ്പോളിത്തൻ ഹൈസ്കൂളിന് മേലിൽ നിന്ന പ്ലാവ് കുട്ടികൾക്ക് ഉപദ്രവമാകും. ഉടമയോട് പറഞ്ഞു, ഇതൊന്ന് വെട്ടിമാറ്റണം. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഞാൻ നോക്കുന്ന പ്ലാവാണ്, വെട്ടുകയില്ല. എൻ്റെ ദൈവമേ എന്ന് നെഞ്ചത്തടിച്ച് അദ്ദേഹം തിരിഞ്ഞപ്പോൾ ഒരു കാറ്റും കോളുമില്ലായപ്പോൾ ആ പ്ലാവ് ഒടിഞ്ഞ് വീണ സംഭവം ഇന്നും അതിന് ദൃക്സാക്ഷികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ വലിയ അനുഗ്രഹത്തിന്റെ ഉടമകളാണ്. ഇന്ന് ഈ സ്കൂളിൽ, ഈ കോളേജിൽ 1.5 ലക്ഷം രൂപ മേടിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ കണ്ണുനീരും വിയർപ്പും വീണ മണ്ണാണ് ഈ മണ്ണെന്ന് ചിന്തിക്കണം. തിരുമേനിയുടെ വിയർപ്പും മണ്ണും അദ്ദേഹത്തിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ ഈയിടെ ഒരു സുവനീർ ഇറക്കി, അതുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുമോദനം നൽകിയത് ജോഷുവാച്ചനാണ്. അച്ഛൻ്റെ അനുമോദനം ഞങ്ങളുടെ പള്ളിയിലെ നോട്ടീസ് ബോർഡിൽ ഇട്ടു. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തുകയാണ്. തിരുമേനി കാലം ചെയ്ത 17-ാം തീയതി മലയാള മനോരമ ഒരു സപ്ലിമെന്റ് അന്നേരം തന്നെ ഇറക്കി. അതിനകത്ത് പറയുന്ന ഒരു വാചകം, കാറും കോളും കലുഷിതമായ സഭാന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മനിറവിൽ തന്റെ പ്രസംഗ പ്രവാഹങ്ങളാൽ അജഗണങ്ങളെ വാഗ്ദത്തഭൂമി കാട്ടിക്കൊടുത്ത മഹാപ്രവാചകനാണ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. മാധുര്യവും ഗാംഭീര്യവുമായ വാക്ഷരങ്ങളുടെ പ്രശാലനം കൊണ്ട് റീത്തിലേക്ക് ആടി നിന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനിയുടെ മനസ്സിൽ പരിവർത്തനത്തിന്റെ ചിന്ത ഉയർത്തി ഈ മാതൃസഭയിൽ തന്നെ പിടിച്ചു നിർത്തിയ മഹാവ്യക്തിയാണ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. പുത്തൻകാവ് കൊച്ചു തിരുമേനി എന്ന ബഹുമുഖ പ്രതിഭയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ മധ്യ തിരുവിതാംകൂർ അല്ല, പുത്തൻകാവ് പോലും റീത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രമാകുന്നു. ഈ കാലഘട്ടത്തിലാണ് വട്ടശ്ശേരി തിരുമേനിയുടെ തീരുമാനം ഒരു ദർശനമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ കുറിച്ച് സ്മരിക്കുവാൻ ഇവിടെ 120 പേരെ കൂടിയുള്ളൂ. പക്ഷെ ഈ മണ്ണിൽ വെച്ച് നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. തിരുമേനിയുടെ കണ്ണുനീര് വീണ, വിയർപ്പ് വീണ, പ്രാർത്ഥന വീണ ഈ മണ്ണിൽ വെച്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് നടത്തിയത്. ചാരിതാർത്ഥ്യമുണ്ട്. നമ്മളോട് സംസാരിക്കുവാൻ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ശിഷ്യന്മാരുടെ അവസാന കന്യയായ യോശുവാച്ചൻ എന്നോട് പറയും,
പറയാൻ ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഞാൻ കഴിഞ്ഞാൽ ഇനി ആര്? ഞാനും ഷൗബിലച്ഛനുമേ ഉള്ളല്ലോ. ശരിയാണ് അച്ഛാ, അച്ഛനെ പോലുള്ളവരോട് പറയണം. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് ടി വി ലൈവായി കാണിക്കുന്നുണ്ട്. മലങ്കര മക്കൾ കാണട്ടെ. ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അനുസ്മരണ സമ്മേളനത്തിൽ പുത്തൻകാവിൽ മാർ ഫെലക്സിനോസ് തിരുമനസിനെ അനുസ്മരിച്ചുകൊണ്ട് ആചാര്യന്മാരുടെ ആചാര്യനും സഭയുടെ അഭിമാനം, മലങ്കര സഭയുടെ സൂര്യതേജസ്, പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ശിഷ്യൻ, ഗുരുരത്നം, ബഹുമാന്യനായ ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവച്ചനെ അനുസ്മരണ പ്രഭാഷണത്തിനായി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നാമത് എനിക്ക് പറയുവാനുള്ളത്, എനിക്ക് തിരുമേനിയോടുള്ള എൻ്റെ ബന്ധമാണ്. രക്തബന്ധമല്ല, ആത്മബന്ധം. 1946 SSLC പാസ്സായി കഴിഞ്ഞ് കോളേജിൽ പോകുവാൻ അന്ന് സാഹചര്യം ഇല്ലാത്തപ്പോൾ വൈദ്യ സെമിനാരിയിൽ അഡ്മിഷന് വേണ്ടി പോയത് തിരുമേനിയുടെ അടുക്കിലേക്കാണ്. ഒരെഴുത്ത് എനിക്ക് തന്നുവിട്ടു. ഞാൻ അതുകൊണ്ടാണ് വൈദ്യ സെമിനാരിയിൽ 1946 വിദ്യാർത്ഥിയായി ചേരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ബാബാ തിരുമേനി എന്നെ കോളേജ് വിദ്യാഭ്യാസത്തിന് വിട്ടു. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ആലുവ കോളേജിൽ പോകണം BAക്ക്. തിരുമേനി അന്ന് കോളേജിൻ്റെ ഗവർണിംഗ് ബോർഡ് മെമ്പറാണ്. ഞാൻ എഴുത്ത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ എഴുത്ത് തന്നിട്ട് ചോദിച്ചു, ഏത് ഗ്രൂപ്പാണ് എടുക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് എക്കണോമിക്സ് എടുത്താൽ കൊള്ളാം, അല്ല ഫിലോസഫി എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞ വാക്ക്, ഫിലോസഫി ബേക്സ് നോ ബ്രെഡ്. അതായത് ബ്രെഡ് ഉണ്ടാക്കുവാനും ഫിലോസഫി ഒന്നും പ്രയോജനമൊന്നുമില്ല, എക്കണോമിക്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എക്കണോമിക്സ് എടുത്തത്. ഫിലോസഫി എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കാരണം, ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ ഫിലോസഫി പാസ്സായിട്ടുള്ളവർക്ക് അധ്യാപകനാവുള്ള ഒക്കില്ല. ഹൈസ്കൂളിൽ എന്നെ ജീവിക്കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്നെ എക്കണോമിക്സിന് വിട്ടത്. ഞാൻ BAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കൽക്കട്ടയിലേക്ക് തിരുമേനി എഴുതി അയച്ചു. ബിഷപ്സ് കോളേജ് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അതേ സമയത്ത് തന്നെയാണ് അമേരിക്കയിലേക്ക് PS ചപ്പേരച്ചനും അഡ്മിഷൻ വാങ്ങിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ്, ഒരാൾ കൽക്കട്ടയ്ക്കും ഒരാൾ അമേരിക്കയ്ക്കുമാണ് പോയത്. അതെന്നെ ഇപ്പോഴും സ്പർശിക്കുന്ന ഒരു സംഭവം മാത്രം പറയട്ടെ. 51 അദ്ദേഹം കുന്നംകുളത്തേക്ക് പോകുന്ന യാത്ര, അന്ന് രാത്രി ആരുമായി അദ്ദേഹം ക്യാമ്പ് ചെയ്തു ഫെലോഷിപ്പ് ഹൗസിൽ. അതിരാവിലെ 7 മണിയായപ്പോഴും അമ്മാളി ചേട്ടൻ, തിരുമേനിയുടെ ഡ്രൈവർ, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ചമച്ച എളുപ്പമാണ്, തിരുമേനി രണ്ട് കോളേജിൻ്റെ വാതിക്കൽ മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ ചെന്നപ്പോഴും തിരുമേനിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കൈ രണ്ട് പുറകിൽ കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകി ചുറ്റുന്ന പോലെ ഒരിക്കലും നിശ്ചലമായി തിരുമേനി നിർത്തിയില്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ ചെന്നപ്പോൾ തൻ്റെ പരീക്ഷയായിരുന്നു. ഇനിയും 2-3 പേപ്പറും കൂടിയുണ്ട്. ഞാൻ കുന്നംകുളത്ത് പോവുകയാണ്. തിരികെ വന്ന് വെട്ടാഴ്ച ഞാൻ വാഴവിട്ട പള്ളിയിലാണ്. താൻ അവിടെ വന്നോണം, പൊട്ടിയും പൂക്കളും ഒക്കെ ബേസിൽ തയ്യാറായി നിശ്ചയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു, താൻ പെണ്ണ് കെട്ടുമോ? ഞാൻ പറഞ്ഞു, നിശ്ചയിച്ചിട്ടില്ല. വേണ്ട, അവിടെ വന്ന് ബേസിൽ തയ്യാറായി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തിരുമേനി കുന്നംകുളത്ത് പോയത്. ആ പോയ യാത്രയിൽ അദ്ദേഹം പരലോക പ്രാപ്തനാകുകയും ചെയ്തു. എനിക്ക് സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ പറ്റില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. പോകട്ടെ, ഞാൻ പറഞ്ഞത്, എന്നെ ഏറെ സ്നേഹിച്ച് എൻ്റെ ജീവിതത്തിന് ഊടും പാവും പകരുമാൻ തക്കവണ്ണമുള്ള ഒരു അടിസ്ഥാനം ഇട്ട വ്യക്തിയാണ്. എനിക്ക് ഊർജ്ജം പകർന്ന പിതാക്കന്മാർ എന്നുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയതിൽ ആദ്യം പരാമർശിക്കുന്നത് പുത്തൻകാവിൽ തിരുമേനിയെ പറ്റിയാണ്. പോകട്ടെ, ഞാൻ ആ വിഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ ചക്രവാളത്തിൽ വളരെയധികമായ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് മിന്നൽ പിണർ ഉദിച്ചുയരുന്നു. അത് മുഴുവൻ പ്രകാശം വരുത്തി പെട്ടെന്ന് അസ്തമിക്കുന്നു. ഏതാണ്ട് അതുപോലെ സഭയുടെ ചക്രവാളത്തിൽ ഈ ഒരു പ്രകാശം പെട്ടെന്ന് ഉദിച്ചുയർന്ന് അത് തെക്ക് മുതൽ വടക്ക് വരെ മുഴുവനായി തൻ്റെ മനോവിലാസം കൊണ്ട് പ്രകാശം ചൊരിഞ്ഞ് ജനങ്ങൾക്ക് ആവേശം ഉണർത്തി അദ്ദേഹം കടന്നുപോവുകയായിരുന്നു. 55 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് എന്ന് കേൾക്കുമ്പോൾ കൊച്ചു തിരുമേനി ആയിരിക്കുന്ന പ്രായത്തിൽ അദ്ദേഹം
കടന്നുപോയി എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹം പ്രവർത്തനത്തിലേക്ക് വന്ന സമയത്തെ സാഹചര്യം നിങ്ങളൊന്ന് ഓർക്കണം. ഒന്നാമത്തെ കാര്യം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് സാമ്പത്തികമായ വളരെയധികം വരൾച്ച ദേശത്തെങ്ങും ഉണ്ടായി ജനങ്ങൾ വളരെ പ്രയാസത്തിൽ കഴിയുന്ന സമയമാണ്. അന്നാണ് അദ്ദേഹം പ്രവർത്തനത്തിലേക്ക് അധികമായി വരുന്നത്. രണ്ട്, സഞ്ചാര സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യം. കാളവണ്ടിയിലും അതുപോലെ തന്നെ ലൈൻ ബസ്സിലും നടന്നും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച ഭദ്രാസനമോ ഏറിയ പങ്കും ഗ്രാമപ്രദേശങ്ങളിലും മലമ്പ്രദേശങ്ങളിലുമായിട്ടുള്ള ഇടവകകൾ. അന്ന് ആശയവിനിമയത്തിന് ഇന്നത്തെ പോലെയുള്ള യാതൊരു സംവിധാനവുമില്ല. കമ്പിയില്ല, കമ്പി എന്ന് പറഞ്ഞാൽ മാത്രം അതും വളരെ പ്രയാസമായിട്ടുള്ളത്. ഇങ്ങനെ പരിമിതികളുടെ സാമ്പത്തിക വരൾച്ച, യാത്രാ സൗകര്യമില്ലായ്മ, മലപ്രദേശത്തുള്ള പള്ളികൾ, അതുപോലെ തന്നെ ആശയവിനിമയത്തിനുള്ളതായ പരിമിതികൾ, ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ധീരതയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുവാൻ സന്നദ്ധനായി വന്നത് എന്ന് നാം ഇവിടെ ഓർക്കണം. ആ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. അധികം കുപ്പായങ്ങളൊന്നുമില്ല. പുറംകുപ്പായം രണ്ടെണ്ണമേ സാധാരണ പുറംകുപ്പായം ഇടാറില്ല. അത് ചുവന്ന കുപ്പായം മാത്രമേ ഇടാറുള്ളൂ. ഈ മത്തങ്ങ തൊപ്പി വയ്ക്കാറുമില്ല. അത് വളരെ അപൂർവമായി വല്ല പ്രൊസഷൻ പോകുമ്പോൾ മാത്രമേ വെക്കാറുണ്ടായിരുന്നുള്ളൂ. കാപ്പയും അങ്ങനെ അധികമില്ല. ഇത്രയും ലാളിത്യത്തിൻ്റെ പര്യായമായി ഹൈലി ഡയബറ്റിക് ആയിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ പോലും ഭക്ഷണം വളരെ ലളിതമായിരിക്കുന്ന ഒന്ന്. എനിക്ക് പ്രിയപ്പെട്ട ഒന്നുണ്ടായിരുന്നു, അടച്ചുവെറ്റി സംബന്ധി വളരെ ഇഷ്ടമായിരുന്ന ഒന്നായിരുന്നു തിരുമേനിക്ക്. ഇങ്ങനെ ലാളിത്യത്തിൻ്റെ പര്യായമായി അദ്ദേഹം ജീവിച്ചു. രണ്ട്, ആർജവത്വം നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ആരുടെ മുമ്പിലും തനിക്ക് പറയാനുള്ളത് പറയുകയും ആരോടും മുഖം നോക്കാതെ തൻ്റെ ആശയം അവരിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തിരുമേനി. ഞാൻ ഓർക്കുന്നു, ഗീവർഗീസ് ബാബ എന്ന് പറഞ്ഞാൽ അന്ന് സഭയുടെ ഏറ്റവും വലിയ ശക്തി. അദ്ദേഹത്തിന് മുമ്പിൽ ആരും നേരെ നിന്ന് സംസാരിക്കില്ല. പക്ഷേ അന്ന് മാനേജരായിരുന്നു, സ്കൂളുകളുടെ മാനേജരായിരുന്നു ഫിലിക്സിനസ് തിരുമേനി. ഒരു സ്കൂളിൻ്റെ ഏതോ കാര്യത്തിൽ ബാബ ഇടപെട്ടു. തിരുമേനിയോട് ചോദിക്കാതെ, ഞാൻ ദൃക്സാക്ഷിയാണ്. ആ കടലാസ് കെട്ടും എല്ലാം കൂടെ കൊണ്ടുവന്നു പഴയ സെമിനാരി ബാബ ഇരിക്കുന്ന നേരിട്ട് കിടക്കുന്നു, ചെയ്തോ, ഇതിനെക്കുറിച്ച് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയെന്ന ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ബാബായെന്നല്ല, മറ്റാര് തന്നെയായിരുന്നാലും ആരുടെ മുമ്പിലും തൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ആർജവത്വമാണ് അത് തലവണക്കാതെ നീക്കുവാൻ ഒക്കെ വേണം. ഈ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന വേദിയിലേക്ക് നമുക്ക് കടക്കാമെങ്കിൽ സഭാതലത്തിൽ അന്ന് 3 വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടമാണ്. ഒന്ന്, നീത്തുകാരുടേത്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് അതിൻ്റെ ആവേശം അലരുന്ന സന്ദർഭം. 2, CMS മിഷണറിമാരുടെ പ്രവർത്തനത്തെ ഫലമായി നവീകരണത്തിൻ്റെ കൊടുങ്കാറ്റ്, 4ാമൻ കൺവെൻഷൻ, അതുപോലെ മറ്റുമൊക്കെയും ശക്തി പ്രാപിക്കുന്ന ഘട്ടം. 3, കുക്ക് സാഹിബ് വന്ന് മുഴക്കുഴ ആസ്ഥാനമാക്കിക്കൊണ്ട് പെന്തുക്കോസ്തുകാരുടെ നുഴഞ്ഞു കയറ്റം. ഇങ്ങനെ സഭയുടെ വിശ്വാസത്തെ ഹനിക്കത്തക്കവണ്ണമുള്ള 3 വലിയ ശക്തികൾ വന്നപ്പോൾ അതിനെ സുധീരമായി നേരിടുവാൻ ഇദ്ദേഹമാണ് മുൻപോട്ട് വന്നത്, പളനായകനെ പോലെ. അതിനുവേണ്ടിയാണ് മാക്കാർക്കുന്ന് കൺവെൻഷൻ ധ്യാനപൂർവമായി അവിടെ ചെലവിട്ടുകൊണ്ട് 4ാമൻ കൺവെൻഷൻ ബദലായിട്ട് ഇവിടെ നമുക്കും നമ്മുടെ ജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അവരെ സഭയുടെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുവാൻ അദ്ദേഹം ചെയ്ത മഹത്തായ യജ്ഞമാണ്. ഇത് നാം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ കൊന്നപ്പാറയിൽ നിന്നാണ്, എൻ്റെ വീട് കൊന്നപ്പാറ. അവിടെ നിന്നിവിടെ വന്ന് കാൽനടയാണ്. അന്ന് പൊതി കെട്ടിയാണ് വരുന്നത്. താവളത്തിലെ വീടിൻ്റെ കിണറ്റിൻ്റെ
പൊതി അടിച്ച് ഭക്ഷണം കഴിച്ച് അമ്മയും ഞാനും ഈ തിരുമേനിയുടെ പ്രസംഗം കേൾക്കുവാൻ അന്ന് കൊച്ചു പ്രായം മുതൽ ആവേശം കൊണ്ടതാണ്. അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം 2 മണിക്കൂറോ 3 മണിക്കൂറോ നീണ്ടു നിന്നാലും ആളുകൾക്ക് അരോചകമായി തോന്നുകയില്ല. കാരണം അത് കാര്യമാത്ര പ്രസക്തമായിരിക്കും. സഭാചരിത്രം അതിനകത്തുണ്ട്, സഭാവിശ്വാസത്തിൻ്റെ അതിനകത്തുണ്ട്, സന്മാർഗപരമായിരിക്കുന്ന പ്രബോധനം അതുണ്ട്, അനുയോജ്യമായ ഉദാഹരണങ്ങളും കഥകളുമുണ്ട്. അതിലുപരിയായി ഏറ്റവും ഇണങ്ങിച്ചേർന്ന ഗാനതല്ലങ്ങൾ, പാട്ടുകൾ അതിനകത്തുണ്ടാകും. ഇവയെല്ലാം സമ്യക്കായി ചേർന്നുള്ള ഒരു വലിയ ആ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്ന പോലും ഒരു അനുഭവമാണ് തിരുമേനിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുന്നംകുളത്തുകാരെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞതിനെ പറ്റി ഇവിടെ കേൾക്കുന്നുണ്ടായി. അന്ന് മാത്രമല്ല, തെക്കും വടക്കുമുള്ള എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചിട്ട് സഭയുടെ വിശ്വാസത്തിൽ നമ്മൾ ജനത്തെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും ഷേക്സ്പിയർ, ഷെല്ലി, കീറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള പാശ്ചാത്യ ആംഗലേയ സാഹിത്യകാരന്മാരെയൊക്കെ ഉദ്ധരിക്കും. ഒരിക്കൽ കുറിച്ചിയിലെ ബാബ പറഞ്ഞു, കൊച്ചുപത്രാച്ചൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ നരിച്ചീർ ഇങ്ങനെ പറയുന്നുണ്ട്, വവ്വാൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഈ കീറ്റ്സിനെയും അതുപോലെ മറ്റുള്ള പാശ്ചാത്യ എഴുത്തുകാരെ ഉദ്ധരിക്കുന്നതിന് ബാബ അല്പം ഭരണം ചേർത്തുകൊണ്ട് പറയുന്നതാണ്. നരിച്ചീർ ഇങ്ങനെ പറയുന്നുണ്ട്, വവ്വാൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേൾക്കാം. എന്നാൽ നമ്മുടെ പിതാക്കന്മാരെ പറ്റും അധികം പറയാറില്ലല്ലോ എന്നും കൂടി കൂട്ടിച്ചേർത്തത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് തന്നെ ഒരു പ്രബോധനം ഇന്ന് ആവശ്യമുണ്ട്, വേണ്ടിയിരിക്കുന്നതാണ്. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഏത് വിധത്തിലാണ്, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളതിനെ ഔചിത്യ ബോധത്തോടു കൂടി ചെയ്യുവാൻ വെക്കുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പോകട്ടെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ സംഗതി, വിശ്വാസ സംരക്ഷകൻ നമ്പർ 1. നമ്പർ 2, ഭരണരംഗത്ത് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും. അതിൽ ഒന്നാമത് പറയേണ്ടത് വൈദികരുടെ സ്ഥലം മാറ്റമാണ്. അന്ന് വൈദികരെ സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ന് മെത്രാന്മാരെ സ്ഥലം മാറ്റുന്നതിൽ ചിന്തിക്കുന്നത് പോലെയുള്ള വികാരമാണ്. ഇന്ന് ഇതിനെപ്പറ്റി ആലോചന വന്നപ്പോൾ അടുത്ത സമയത്ത് തിരുമേനിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ചില തിരുമേനിമാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ഭദ്രാസനത്തിന് വേണ്ടി ആക്കിയിരിക്കാൻ കൊണ്ട് മാറ്റാൻ ഒക്കില്ല. ഇത് തന്നെയാണ് അന്ന് ഇവിടുത്തെ കുലകൊപ്പന്മാരായ അച്ഛന്മാർ പറഞ്ഞത്, എന്നെ ഓമനോ പള്ളിക്ക് വേണ്ടി അവർക്ക് മാറ്റാൻ ഒക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാരൊക്കെ അതിന് ശക്തിയായിട്ട് എതിർത്തു. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. അതാദ്യമായി മലങ്കര സഭയിൽ വൈദികരുടെ സ്ഥലം മാറ്റം സാധ്യമാക്കി തീർത്തത് പുത്തൻകാരൻ കൊച്ചി തിരുമേനി തുമ്പവൻ ഭദ്രാസനത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ തൃഷ്ണ പാടോ, അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി, ഒരു കാര്യം നടപ്പാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇച്ഛാശക്തി, ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, അച്ഛന്മാരുടെ ശമ്പള പദ്ധതിയും തിരുമേനിയാണ് തുടങ്ങി വെച്ചത്. അതിനു മുമ്പ് അതില്ലായിരുന്നു. അതിനു മുമ്പ് കിട്ടുന്നത് എന്തൊക്കെയാ? വളരെ അച്ഛന്മാർക്ക് വലിയ പള്ളികളിൽ കൂടുതൽ കിട്ടും, ചെറിയ പള്ളികളിൽ വരുമാനം വളരെ കുറവ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ ആദ്യമായിട്ട് ശമ്പള സ്കെയിൽ വരുത്തുവാൻ പ്രവർത്തിച്ചത് ഇവിടെയാണ്. ഇതുകൊണ്ടും നിന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്ത് ചെയ്തിട്ടുള്ളത്. ഇടവകയിൽ അച്ഛന്മാര് അങ്ങനെ പോകുന്ന ഇന്നിപ്പോൾ തിരുമേനിമാര് ഇടവക സന്ദർശനം അന്നത്തെ പോലെ നടത്തുന്നില്ല എന്നെനിക്കൊരു പരാതിയുണ്ട്. അതിപ്പോൾ ഇവിടെ എനിക്ക് 2 പേരേ ഉള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പറയാറുള്ളതാണ്. എന്താ, അന്ന് സഞ്ചാര സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കും, ചർച്ച വീക്കിലിയിൽ, ഇടവക പത്രികയിൽ
ഇന്ന മാസം അതുമുകളും പള്ളിയിൽ അല്ല ഇന്ന മാസം തട്ടൈ പള്ളിയിൽ തീയതി നേരത്തെ അറിയിക്കും. അറിയിച്ച് ക്രമമായി ഒരു വർഷത്തിന്റെ ഏതാണ്ട് 40 ഞായറാഴ്ചകളോളം ഇടവകൾ സന്ദർശിക്കുവാൻ പോയി അവിടെ ശനിയാഴ്ച എത്തി ഇടവകയിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയും അന്വേഷിച്ച് അങ്ങനെയുള്ള ഒരു സന്ദർശനത്തിന്റെയും ഇടവക ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെയും തുടക്കം കുറിച്ചത് തിരുമേനിയാണ്. ഇന്ന് അത് പോയി ഇന്ന് വേഗത്തിൽ വരും, വേഗത്തിൽ പോകുന്ന മട്ടിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. എങ്കിൽ ഞാൻ സൂചിപ്പിക്കുന്നത് മുമ്പ് പറക്കുന്ന പക്ഷി എന്ന് ചൊല്ലുണ്ടല്ലോ. ഇത് പുത്രകാലം തിരുമേനിയ മുമ്പേ പറക്കുന്ന പക്ഷി എല്ലാ കാര്യങ്ങളിലും ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കണ്ടു ആഭ്യന്തര മിഷൻ വേണം എന്ന്. കാരണം നുഴഞ്ഞുകയറ്റം, പെന്തക്കോസ്ത് നുഴഞ്ഞുകയറ്റം, നവീകരണത്തിന്റെ കൊടുങ്കാറ്റ്, ഇതിലൊക്കെയും വരണമെങ്കിൽ ആഭ്യന്തര മിഷൻ വേണം. തിരുമേനിയാണ് അതിന് തുടക്കം കുറിച്ചത്. ഘോഷിതാറ് ആഭ്യന്തര മിഷന് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മത്തായി ഉപദേശിയുടെ മകന്റെ അച്ഛൻ, അദ്ദേഹത്തെ ആഭ്യന്തര മിഷന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഇങ്ങനെ പലരെയും ഈ ഇടവകകളുടെ ഉദ്ധാരണത്തെ മുൻകരുതിക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തിക്കാം. അതിൽ ഒന്ന് ആഭ്യന്തര മിഷൻ, 2 പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ യുവജന പ്രസ്ഥാനം ആദ്യം തുടങ്ങിയത് തുമ്പവൻ ഭദ്രാസനത്തിലാണ്. പിന്നെ മറ്റു സഭകൾക്ക് ഭദ്രാസനങ്ങളിലേക്ക് വ്യാപിച്ചത്. ഈ വിധത്തിൽ ഒരു ഇടവകയിലെ എല്ലാ പ്രായത്തിൽപ്പെട്ടവരെയും ഏതെങ്കിലും ഒരു ആത്മീയ സംഘടനയിൽ അംഗമായി അവരെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ചിന്ത തിരുമേനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കി എനിക്ക് 1 മണിക്കൂറല്ല 2 മണിക്കൂർ വേണമെങ്കിൽ തിരുമേനിയെ പറ്റി പറയാനുണ്ടെങ്കിൽ അക്കമിട്ട് പറഞ്ഞു. ഒന്ന്, വിശ്വാസ സംരക്ഷണത്തിനായിട്ട് അരയും തലയും മുറുക്കി ഒരറ്റം മുതൽ മറ്റേറ്റം വരെ തന്റെ പ്രസംഗം കൊണ്ടും ബൈബിൾ ക്ലാസ് കൊണ്ടും പ്രബോധനം കൊണ്ടും പ്രവർത്തിച്ചു. 2, ഭരണരംഗത്ത് മറ്റെങ്ങും ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇടവക സന്ദർശനം ക്രമമായി നടത്തുകയും അതുപോലെ തന്നെ ഇടവകയുടെ വൈദികരുടെ സ്ഥലമാറ്റവും അതുപോലെ തന്നെ ശമ്പള പദ്ധതിയും അത് തുടക്കം കുറിക്കുവാനേ പറ്റുള്ളൂ. എങ്കിലും അത് തിരുമേനിയുടെ ദീർഘദൃഷ്ടി എല്ലാ കാര്യങ്ങളിലും മറ്റാരെക്കാൾ മുമ്പിലായിരുന്നു തിരുമേനി എന്ന്. വിദ്യാഭ്യാസ രംഗത്തെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ അതിനെപ്പറ്റി ഏറെ നമ്മൾ കേട്ടു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഇത്രമാത്രം ദർശനമുണ്ടായിരുന്ന ഒരു പിതാവ് 1897 ജനിച്ച് 1951 55 വയസ്സ് ആകുന്ന സമയത്ത് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒട്ടേറെ ഉത്തമ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നോട് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. എന്നോട് ചോദിച്ചു, താൻ കണക്കെഴുതാറുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തോ എൻ്റെ ക്ലാസ്സിന് അച്ഛനായി കോളേജിൽ പഠിക്കുക, എന്തോ കണക്കെഴുതാനാണ്. വീട്ടിൽ നിന്ന് അയച്ചു തരുന്നത് ഫീസ് കൊടുക്കും, മെസ് ഫീ കൊടുക്കും, പിന്നൊന്നുമില്ല. അല്ലല്ല, എനിക്ക് എന്ത് കിട്ടുന്നു? അന്ന് കാശുള്ള കാലമാണ്. 4 കാശേ കിട്ടിയുള്ളൂ. എങ്കിലും അത് ചെലവ് വരവ് അത് എഴുതി സമ്മതിച്ചോ? ഞാൻ ഓർക്കുന്നു, കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് കാറി വിളിച്ച ചോദിച്ചതാണ്. ഇപ്പോഴും ഞാൻ ആ രംഗം ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ സമ്മതിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും വരവും ചെലവും കണക്കെഴുതുവാനുള്ള അത് തിരുമേനി നിർദ്ദേശിച്ച ഒന്നാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ എക്കണോമിക്സ് എങ്ങനെയോ പഠിച്ചത്, അക്കൗണ്ടബിലിറ്റി എന്നൊന്നറിയാമോ? അറിയാം. ഇത് അദ്ദേഹത്തിന് വളരെ സ്പഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് അത്രമാത്രമുള്ള അക്കൗണ്ടബിലിറ്റിയും അതുപോലെ മറ്റുമൊക്കെ എന്തുമാത്രം ഉണ്ട് എന്നൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. തിരുമേനി എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ ദൃഷ്ടാന്തം നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ പറഞ്ഞ ഒന്നാണ്, ഞാൻ എന്നെ വലിയ വാത്സല്യമായിരുന്നു. ദൈവം കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ആരെയെന്നറിയാമോ?
ഞാൻ മിണ്ടാതിരുന്നു. എന്താ പല സഭയെ സ്നേഹിക്കുന്നത് തിരുമേനി സൂചിപ്പിച്ചതാണ്. ദൈവം കഴിഞ്ഞാൽ സഭയെ സ്നേഹിക്കുക. ഇത് അദ്ദേഹത്തിന്റെ വ്രതമായിരുന്നു. അദ്ദേഹം മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു വലിയ കർമ്മയോഗി ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ബോൺ ഔട്ട് ദാൻ ടു ബി ട്രസ്റ്റഡ് ഔട്ട്. ഇരുന്ന് തുരിപ്പിച്ചു പോകുന്നതിനേക്കാൾ ഉപയോഗിച്ച് തേഞ്ഞു പോകുന്നതാണ് ഉത്തമം എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് അക്ഷരം പ്രതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിച്ചൊരു വ്യക്തിയാണ്, കർമ്മയോഗിയാണ്. മരിക്കുന്ന സമയം വരെയും ഈ സഭയുടെ ഒരു വലിയ അംബാസിഡറായി, പ്രവർത്തകനായി, പ്രബോധകനായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസംഗ മധ്യയാണ് നെഞ്ചുവേദന ആരംഭിക്കുന്നതും തന്റെ മരണത്തിലേക്ക് എത്തിച്ചതും അന്ത്യനിമിഷം വരെ തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അച്ചുരുങ്ങിയ ഏതാണ്ട് 21 വർഷത്തെ അജപാലന കാലമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ. എന്നാൽ അത് ഏറെക്കാലം ചെയ്ത് കൂട്ടാവുന്നതിനേക്കാൾ കൂടുതൽ ആയിട്ട് ചെയ്ത് ഇന്നുള്ളവർക്കും എന്നുള്ളവർക്കും മാതൃകയാകുവാൻ, പ്രചോദനമാകുവാൻ അദ്ദേഹം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുസ്മരണം ഒരു വിധത്തിൽ നല്ലതാണ്. എന്തിനാ ഇതിന് നമ്മൾ എല്ലാ തിരുമേന്മാരെയും കൂടെ വിളിക്കണം. ആ തിരുമേന്മാരും ഇന്നുള്ളത് ആ വൈദികനും ഒക്കെ അറിയേണ്ടതാണ്. വാട്ട് വാസ് ഹി ആൻഡ് വാട്ട് പ്രിൻസിപ്പിൾസ് ഹി അപ്ഹെൽഡ്. അദ്ദേഹം എന്തൊക്കെ മുറുകെ പിടിച്ചിരുന്നു, മൂല്യങ്ങൾ, എന്തൊക്കെ മാതൃകകൾ ഇന്നുള്ളവർക്ക് അത് മാതൃകയാകേണ്ടതാണ്. ഇത് പലപ്പോഴും സുഖത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെയും തക്സാപോലി എന്ന് വേണ്ട കുർബാനയുടെ അയൽപ്പാട് വെച്ച് കുർബാനയുടെ സംസ്കാരത്തിലേക്ക് ഇന്നത്തെ വൈദികരും മറ്റുള്ളവർ വഴുതി പോയിരിക്കുന്ന ഈ ഘട്ടത്തിൽ തിരുമേനിയുടെ അമൂല്യവത്തായിരിക്കുന്ന ദർശനം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ലാളിത്യത്തിന്റെയും ആധിപത്യത്തിന്റെയും വ്യക്തിത്വം സഭയോടുള്ള സ്നേഹത്തിൽ അവസാനം വരെ പ്രവർത്തിച്ചുകൊണ്ട് മൺമറിയുവാൻ ഇടയായിത്തീർന്ന ധന്യനായിരിക്കുന്ന പിതാവ്, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ആ പാതാരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കും. അഭിനന്ദ പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്ന ഏവരുമേ, 65 വർഷം മുമ്പ് നമ്മിൽ നിന്ന് ദൈവസ്ഥാനത്തേക്ക് മാറ്റപ്പെട്ട സഭയുടെ കാതോലിക്കേറ്റ് രത്നദൈവം പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫീലിക്സിനോസ് തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണം ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപെടുത്തലുകളിൽ യാഥാർത്ഥ്യമാക്കിയ ഈ മണ്ണിൽ നടത്തുമ്പോൾ നാം കേട്ടതായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നിലനിൽക്കുകയാണ്. എൻ്റെ സഭയും എൻ്റെ ദൈവവുമായി ഈ സഭയെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിച്ച് സഭാമക്കളെ വാത്സല്യപൂർവ്വം ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച അവിടുത്തെ പിതാവിനെ നമ്മൾ ഓരോരുത്തരും സ്മരിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനും ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല പാതകളെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. അങ്ങനെയാണ് ഈ അനുസ്മരണ പ്രഭാഷണം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. അഭിനന്ദനായ കാതോലിക്കേറ്റ് രത്നദൈവം പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫീലിക്സിനോസ് തിരുമനസിന്റെ ദീപ്തമായ സ്മരണകളിൽ നമ്മുടെ ശിരസ്കനായി നിന്നുകൊണ്ട് ഇന്ന് ഈ അനുസ്മരണ പ്രഭാഷണത്തിന് അധ്യക്ഷം അലങ്കരിച്ച തുമ്പവൺ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന അഭിനന്ദ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമനസുകൊണ്ടാണ് പ്രകൃതി സ്നേഹിയായി പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ പിൻഗാമിയായി ഈ ഭദ്രാസനത്തെ തന്റെ ശക്തമായ നേതൃത്വം കൊണ്ട് നയിക്കുകയും ഇന്ന് അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ചതിനെ അനുഗ്രഹിച്ച അഭിനന്ദ തിരുമനസിനോടുള്ളതായ നന്ദിയും പ്രാർത്ഥനയും കടപ്പാടും തൃപ്പാദങ്ങൾ സമർപ്പിക്കും. പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ സഹോദരപുത്രനും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന അഭിനന്ദ തോമസ് മാർ അത്താനോസ് തിരുമനസിന്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ആശംസാ പ്രസംഗവും തന്റെ ധീരമായ നേതൃത്വവും
തൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹങ്ങളൊക്കെയും ഇന്ന് തിരുമനസ്സോട് നമ്മളോട് അറിയുകയുണ്ടായി. ഇന്ന് ശാരീരികമായ ക്ലേശമുണ്ടെങ്കിലും എപ്പോഴും തിരുമേനി പുത്തങ്കാവ് തിരുമേനിയെ പറ്റി പറയുമ്പോൾ വാചാലമാകാറുണ്ട്. ഇന്ന് ഈ വേദിയിൽ ആശംസാ പ്രസംഗം നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദ തോമസ് മാർ അത്താനസോസ് തിരുമനസ്സിനുള്ളതായ നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി പത്രപ്രസ്താവനകളിലും മാധ്യമങ്ങളിലൂടെയും ഇന്ന് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ശക്തമായ തൻ്റെ ഇടപെടലുകൾ, ശക്തമായ ചില വാക്കുകൾ പലപ്പോഴും മാധ്യമങ്ങൾ നമ്മളെ വിളിച്ചോദിക്കാറുണ്ട്, നമ്മളെ അറിയിക്കാറുണ്ട്. ഇന്ന് തൻ്റെ തിരക്കിട്ട ജീവിതത്തിലും പുത്തങ്കാവ് കൊച്ചു തിരുമേനിയുടെ ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവരോടുള്ളതായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഗുരുക്കന്മാരുടെ ഗുരു, ഇന്ന് സഭ ഗുരുരത്നം എന്ന പട്ടം നൽകി ഇന്ന് അഭിനന്ദനായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി അനുസ്മരിച്ച ബഹുമാന്യായ ഡോക്ടർ ടി.ജെ. ജോഷുവ അച്ഛൻ, ഇന്ന് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി അനുസ്മരിക്കുവാൻ വേറൊരു വ്യക്തിത്വമില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. തൻ്റെ ഗുരുവിനെ ഇന്ന് ശിഷ്യനോട് അനുസ്മരിക്കുമ്പോൾ അഭിനന്ദ ഡോക്ടർ ജോഷുവ അച്ഛൻ ഉണ്ടാകുന്ന ആനന്ദം നമ്മളെക്കാൾ കൂടുതലാണ്. കാരണം തൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹം ഇന്ന് മലങ്കര സഭയിൽ എല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായി, ഒരു ചെറു ബാലനായിരിക്കുമ്പോൾ തൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ച് കൊന്നപ്പാറ പ്രദേശത്ത് നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് പുത്തൻകാവിൽ വെച്ചിരുന്നവരുടെ പ്രസംഗം 2-3 മണിക്കൂർ കേൾക്കുന്നതിന് യാതൊരു വിരസതയുമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം. എനിക്ക് തോന്നിയത് ആ ഒരു ബാല്യത്തിൽ നിന്ന് ഇന്ന് സഭയുടെ ധീരമായ നേതൃത്വത്തിലും കൺവെൻഷൻ മേഖലകളിലും അധ്യാപന മേഖലയിലും തൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഇന്ന് ഗുരുക്കന്മാരുടെ ഗുരുവായി ഇന്ന് അനുഗ്രഹീതമായ പ്രഭാഷണം നിർവഹിച്ച് നമ്മെ ധന്യരാക്കിയ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ അധ്യാപകനും സഭയുടെ ഗുരുക്കന്മാരുടെ ഗുരുവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി.ജെ. ജോഷുവ അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന് ആശംസ നിർവഹിച്ച കാത്തോലിക്കേറ്റ് കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ മാത്യു പി ജോസഫ് സാറ് ഇതിനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു തരികയുണ്ടായി. എന്നാൽ നല്ല വാക്കുകൾക്ക് കൊണ്ട് ഈ വേദി ധന്യമാക്കി ഈ കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ മാത്യു പി ജോസഫ് അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ആത്മസുഹൃത്തിന്റെ കൊച്ചുമകൻ ഇന്ന് എൻ അബ്ദുൽ ഖാദർ അവറുകൾ അദ്ദേഹത്തിന്റെ സന്തോഷവും ദീപ്തമായ ഓർമ്മകളും അയവിറക്കുവാൻ തക്കോണം ഇവിടെ കടന്നു വന്നു. അതും അദ്ദേഹത്തിന്റെ മതമൈത്രിയുടെ അനുഭവത്തെ ഇവിടെ വിളിച്ചോതുന്ന ഇന്ന് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആശംസാ വാക്കുകൾ അറിയിച്ച എൻ അബ്ദുൽ ഖാദർ അവരോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നിർവഹിച്ച പുത്തൻകാവ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ, ഇതിന്റെ ധീരമായ നേതൃത്വമാണ് ഇന്ന് പുത്തൻകാവിന്റെ മണ്ണിൽ നിന്ന് പുത്തൻകാവ് കൊച്ചു തിരുമേനിയുടെ ഈ വേർപ്പ് തുള്ളികൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ നേതൃത്വം നൽകുകയും പുത്തൻകാവ് ഇടവകയെ സുധീരം നയിക്കുകയും ചെയ്യുന്ന പുത്തൻകാവിന്റെ വികാരി ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛനുള്ളതായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊറോപ്പിസ്കോപ്പ റമ്പാച്ചൻ, ബഹുമാന്യരായ കൊറോപ്പിസ്കോപ്പന്മാർ, തുമ്പൺ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠർ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠർ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ ഒരു പ്രഭാഷണം ഇവിടെ നടക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആദ്യമേ ഓർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ അവരുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രഭാഷണ പരമ്പര. പലപ്പോഴും അദ്ദേഹം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും വാചാലനാകാവുന്നു, അതുപോലെ ചോര തിളയ്ക്കുന്ന ഒരു അനുഭവം എനിക്ക് മാറി നിന്ന് വീക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് അദ്ദേഹം ഒരു അനുഭവകഥ പങ്കിടുകയുണ്ടായി. ഞാൻ ഒരു ദുഃഖഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ നടന്നു ഖബറിൽ എനിക്ക് ആ കാര്യം സാധിച്ചാൽ അവിടുത്തെ ഖബർ മുഴുവൻ ഞാൻ തുടച്ചുകൊള്ളാമെന്നുള്ളൊരു ആഗ്രഹവും പ്രകടിപ്പിച്ച് അദ്ദേഹം ഒരു കാര്യത്തിൽ യാത്ര പുറപ്പെട്ടു. എന്നാൽ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന രാത്രിയിൽ ഖബർ തുടച്ചൊരു അനുഭവം എന്നോട് പങ്കിടുകയുണ്ടായി. എന്നാൽ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ പറ്റി ലോകമെങ്ങും അറിയണമെന്നും എല്ലാ വൈദികരോടും എല്ലാ അഭിമാനികളോടും ഒരേ വാക്കിൽ പറയുന്ന ഒരു വ്യക്തിത്വമാണ്.
പലപ്പോഴും പുത്തൻകാവിൽ വെച്ച് തിരുമേനിയെ കണ്ടിട്ടില്ല എനിക്കറിയെങ്കിലും ആ ദീപ്തമായ സ്മരണകൾ സഭ മുഴുവൻ നിലനിൽക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരാളാണ് ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ അവരുകൾ. അദ്ദേഹത്തിന്റെ പ്രയത്നഫലമാണ് ഇന്ന് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്, ഈ പ്രഭാഷണ പരമ്പര സഭയുടെ 4 ദിക്കുകളിലും തുടരണം. ആഗ്രഹത്തെ എന്നും മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം വരാൻ ഇടയാകട്ടെ. അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ കാവല മധ്യസ്ഥതയാകട്ടെ. നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സുനിൽ പി ഉമ്മൻ അവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുക. അതോടൊപ്പം സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ട്രസ്റ്റി വർഗീസ് തോമസ് അവറുകൾ, സെക്രട്ടറി AG വർഗീസ് അവറുകൾ എന്നിവരുള്ളതായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുക. പുത്തൻകാവ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, വിശ്വാസ സമൂഹങ്ങളുണ്ട്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പ്രഭാഷണ പരമ്പരയിൽ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുള്ളതായ നന്ദിയും സ്നേഹവും പുത്തൻകാവ് ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ലോകമെമ്പാടും ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയൻ ജീവിയുടെ പ്രവർത്തകരുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത വിൻസി ടീച്ചറോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കാതോലിക്കേറ്റ് കോളേജ് നിലനിൽക്കുന്ന തുമ്പോൺ ഭദ്രാസനത്തിലെ ധാരാളം വൈദികര്, അതോടൊപ്പം വിശ്വാസ സമൂഹങ്ങൾ, ഈ കോളേജിലെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങൾ, ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഗവേണിംഗ് ബോർഡിലെ അംഗങ്ങൾ ധാരാളം ആളുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരോടുള്ളതായ നന്ദി സ്നേഹവും നിശ്ചയവുമാണ്. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ അധ്വാനിച്ച എല്ലാവരെയും ഈ തരുണത്ത് നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധനായ പിതാക്കന്മാരുടെ മധ്യസ്ഥത, പുത്തൻകാവ് തിരുമേനിയുടെ മധ്യസ്ഥത കാവല് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരോടുള്ളതായ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം